ഞാനും ഒരു ഏലിയൻ പ്രണയിതാവായിട്ടാണ് ജീവിതത്തിൽ ആരംഭിച്ചത്. അത് അങ്ങനെ പറയേണ്ടതുണ്ട്. 10-15 വയസ്സായപ്പോൾ തൊട്ട് ഞാൻ ആകാശത്ത് നോക്കിയിരിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. ആകാശത്ത് നോക്കിയിരിക്കുക എന്ന് മാത്രമല്ല, ഈ അന്നൊരു ബൈനോക്കുലർ എനിക്ക് ലഭിച്ചിട്ട്, ബൈനോക്കുലർ ഞാൻ മുൻകടിക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അമ്മയ്ക്കൊരു പെൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അമേരിക്കക്കാരിയായിരുന്നു. അപ്പോൾ 1955 തൊട്ട് അവർ അമേരിക്കൻ മാഗസിൻസ് അയക്കുമായിരുന്നു. എല്ലാ മാഗസിനും, നാഷണൽ ജോഗ്രഫിക്കൽ തൊട്ട് അമേരിക്കൻ റീഡേഴ്സ് ഡൈജസ്റ്റ് വരെ, ലൈഫ്, പോസ്റ്റ്, ലേഡീസ് ഹോം ജേർണൽ, പേപ്പേഴ്സ് വീക്കിലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് അമേരിക്കയിലുള്ളവർക്ക് അറിഞ്ഞു പോലും കൂടാത്ത കുറേ മാഗസിൻസാണ് ഇതെല്ലാം. സ്പീൽബർഗ് ആദ്യത്തെ ദ ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ് എന്ന് പറയുന്ന ആ സിനിമ എടുക്കുന്നതിന് ഉപയോഗിച്ച എല്ലാ കഥകളും ഞാനും വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞാനത് അന്ന് തന്നെ വായിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ ബൈനോക്കുലർ അവർ അയച്ചു തന്നിരുന്നതാണ് കൊണ്ട് അതും പിടിച്ച് ഈ ആകാശത്ത് നോക്കുക എന്ന് പറയുന്നത് അന്നൊരു വളരെ സ്വാഭാവികമായ കാര്യമാണ്. അങ്ങനെ കാണുന്ന ഇതുകൊണ്ട് ഞാനായിരിക്കും ആദ്യമായിട്ട് ഒരു ഏലിയൻ വരുമ്പോൾ കാണുന്ന ആളെന്നുള്ള വിചാരത്തിൽ സത്യത്തിൽ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ BA കഴിഞ്ഞിട്ട് MA പോകുമ്പോൾ വടക്കേ ഇന്ത്യയിൽ പോകുമ്പോൾ മീററ്റിൽ അവിടെ 3ാമത്തെ നിലയുടെ മുകളിലായിരുന്നു ഈ ഉഷ്ണകാലമായ മുഴുവൻ സമയം കിടക്കുന്നത്. അപ്പോൾ ഈ വളരെ ക്ലിയറായ ആകാശം നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ മിൽക്കി വേ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ അവിടെയും കിടന്ന് ഞാനിത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ ആകാശം നോക്കി ഈ പറയുന്ന ഏലിയൻസിനെ വരും എന്ന് തീർച്ചയോടെ നോക്കിയിരുന്ന ഒരാളായിരുന്നു ഞാൻ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു ലേഖനം എഴുതിയത് UFO പറ്റിയായിരുന്നു, അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ്. അപ്പോൾ അത് ഞാൻ എഴുതി എൻ്റെ കോളേജിലെ മാഗസിന് കൊടുക്കുക ചെയ്ത്. ആ കൊടുത്ത സമയത്ത് അധ്യാപകനെ കേട്ടിട്ടേ ഇല്ല UFO. കാരണം അപ്പം എൻ്റെ മനസ്സിൽ മുഴുവനും ഞാൻ ഈ അമേരിക്കൻ മാഗസിൻ വായിക്കുന്ന കാരണം കൊണ്ട് UFO എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണെന്നുള്ള നിലയിലായിരുന്നു ഞാൻ എഴുതിയത്. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് സത്യത്തിൽ ചന്ദ്രനിലെ ആളുകൾ പോയിട്ടില്ല. 69-ലാണല്ലോ പോകുന്നത്, ഞാൻ എഴുതുന്ന 68-ലൊക്കെയാണ്. അപ്പം ആ UFOയെ പറ്റിയൊക്കെ എഴുതി കൊടുത്തപ്പോൾ അയാളിങ്ങനെ എല്ലാം ഒന്ന് നോക്കി വെച്ച് പറഞ്ഞ് ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വിശദീകരിച്ചു, ഇങ്ങനെ അന്യഗ്രഹത്തിൽ നിന്ന് ജീവികൾ വരുന്നതും. അയാൾ ഒന്നുകൂടെ നോക്കി വെച്ച് പറഞ്ഞ് ഗ്രാമറൊന്നും കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും എഴുതുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കന്ന് വേറെ എന്തെങ്കിലും എഴുതുന്നതിനെപ്പറ്റി ചിന്തിക്കാനേ പോലും പറ്റത്തില്ല. കാരണം ഞാൻ അത്രത്തോളം കൗതുകത്തോടെ കണ്ടിരുന്നതും അറിയുന്നതായ ഒന്നാണ്. അപ്പോൾ അത് ഇങ്ങനെ വായിച്ച് ആ എഴുതിയ സ്പിരിറ്റിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞ് എനിക്കൊന്ന് 72-ലോ 73-ലോ ആണ് ചാരിയറ്റ്സ് ഓഫ് ദ ഗോഡ് എന്ന് പറഞ്ഞിട്ട് എറിക് വോൺ ഡാനിക്കൻ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻകാരൻ്റെ ഒരു പുസ്തകം, അയാളുടെ ആദ്യത്തെ പുസ്തകമാണ്. പിന്നെ അത് അയാളൊരു ഒരു സീരീസ്, എനിക്കൊരു 10-15 പുസ്തകം എഴുതിയിട്ടുണ്ട്. ദൈവം, ഇപ്പോൾ നമ്മൾ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൻ്റെ ഇന്ദ്രനെ പറ്റിയുള്ള സങ്കല്പമില്ലേ, അതേപോലെ സൂര്യൻ, ഇവരെ പറ്റിയൊക്കെ പഠിക്കുന്നതും, അതേപോലെ തന്നെ ബൈബിളിനകത്ത് ദൈവം വരുന്നതിനെപ്പറ്റി. അപ്പോൾ ദൈവദൂതന്മാരാണ്, ദൈവത്തിനേക്കാളും കൂടുതൽ ദൈവദൂതന്മാരായിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതുപോലെ തന്നെ ഗന്ധർവന്മാരെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നവർ, ഇവരെല്ലാം അയാളത് ഇങ്ങനെ പഴയ ലിറ്ററേച്ചർ മുഴുവനും നോക്കി ആർക്കിയോളജിയിൽ കുറേ വിശദീകരിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ചിത്രങ്ങളും സാധനങ്ങളും ഒക്കെ അത് അഡ്വാൻസ്ഡ് ആണെന്നുള്ളത് നമ്മൾ ഈ ഭാഷയിൽ നമ്മളിങ്ങനെ ഏലിയൻസ് ഉണ്ടെന്ന് വിചാരിച്ച് നോക്കിയാൽ അങ്ങനെ കാണുന്ന ഒത്തിരി ചിത്രങ്ങളും സാധനങ്ങളും ഈ ഭിത്തികളിൽ മുഴുവനും ആളുകൾ വരച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിരമിഡിനകത്ത് ഭിത്തികളിൽ നോക്കിയാലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ മറ്റ് ഗുഹാചിത്രങ്ങളിലും ഒക്കെ നമ്മളിങ്ങനെ അതുപോലെ തന്നെ കൊത്തി വച്ചിരിക്കുന്നതിനകത്തൊക്കെ നമുക്കിതിങ്ങനെ ഒരിക്കൽ നമ്മൾ അങ്ങനെ കാണാൻ തുടങ്ങി നമ്മളതെല്ലാം കാണാതെ അങ്ങനത്തെ വളരെ സാമ്യമായ ഇന്ന് നമുക്കറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുമൊക്കെ വെച്ചിട്ട്, അത് മാത്രമല്ല ബൈബിളിനകത്ത് എസിക്കേൽ എന്ന് പറയുന്ന എസിക്കേൽ എന്നാണ് ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നത്, അതെങ്ങനെയാണോ ഈ പ്രോഫറ്റിൻ്റെ പേരെന്ന് അറിഞ്ഞൂടാ. അദ്ദേഹത്തിൻ്റെ ആ ചാപ്റ്റർ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ശരിക്കും അയാളതിന് ഗോഡ്സ് എന്നാണ് പറയുന്നത്, ദൈവദൂതന്മാരായിട്ടാണ് അവർ വന്നിറങ്ങുന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വായിച്ചാൽ ശരി ഹെലികോപ്റ്റർ പോലത്തെ അതുപോലെ അല്ലെങ്കിൽ അത്രയും തരത്തിലുള്ള ഒരെണ്ണത്തിനെയാണ് വീലൊക്കെ ഉള്ള ഒരു സാധനം താഴെ വന്ന് ഇറങ്ങുന്നതൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതൊക്കെ. അതേപോലെ തന്നെ അവരുടെ കാലെല്ലാം കുളമ്പ്
ഈ കാളയുടെയൊക്കെ കുളമ്പ് പോലെയാണ്. അപ്പോൾ നമുക്ക് ഷൂസ് ഓർമ്മ വരും. അങ്ങനത്തെ ഭയങ്കര ക്ലോസായ ഡിസ്ക്രിപ്ഷൻസൊക്കെ ഉള്ള ചാപ്റ്റേഴ്സൊക്കെ ഈ ബൈബിളിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ഈ ലോകത്ത് ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് വിശദീകരിക്കാൻ കഴിയാതിരിക്കുന്ന ഒത്തിരി ആർക്കിയോളജിക്കൽ എവിഡൻസസ് ഒക്കെ ഉണ്ട്. പല ചിത്രങ്ങളും ഇപ്പം വലിയ ഈ ഒരു മലയിലൊക്കെ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രം യഥാർത്ഥത്തിൽ കാണണമെങ്കിൽ ഉയർന്ന പ്രദേശത്ത് നിന്ന് നോക്കണം. ഉയർന്ന പ്രദേശം അവിടെ ഇല്ല. അപ്പോൾ ഇപ്പോൾ ഒരു എന്താണ് ഗ്രൗണ്ടിലെ വളരെ പരന്ന് കിടക്കുന്ന ഒരു ഗ്രൗണ്ടിൽ വരച്ചിരിക്കുന്ന ഒരു ചിത്രം നമുക്കത് കാണണമെങ്കിൽ ആകാശത്ത് പോകണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിശദീകരിക്കാൻ കഴിയാതിരിക്കുന്ന നിലവാരത്തിലുള്ള കുറേ ചിത്രങ്ങളും പടങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ചയിൽ അത് വിശദീകരിക്കുന്ന സമയത്ത് ഈ ചാരിറ്റി ഓഫ് ഗോഡ്സിനകത്ത് അതിന് തുടർച്ചയായിട്ട് അയാൾ പിന്നെ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ നമുക്കൊരു സംശയമില്ലാതെ 20,000 വർഷത്തിന് മുമ്പ് തൊട്ട് കഴിഞ്ഞ ഒരു 10,000 വർഷം വരെ കുറേ നാൾ ഈ ഏലിയൻസ് വന്നതായിട്ട് നമുക്കൊരു സംശയമില്ലാതെ നമുക്ക് അത് വായിക്കാൻ പറ്റും. അപ്പം ഞാനതൊക്കെ വായിച്ചിരിക്കുന്ന കാലത്താണ് ഈ ഗുരുകുലത്തിൽ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് അമേരിക്കയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരവിടെ വന്നിട്ടുണ്ട്. അപ്പം അവരുമായിട്ട് ഞാൻ ഈ വിഷയം അപ്പം ഞാൻ ഈ ഇവരുടെ ഇതൊക്കെ വായിക്കുമ്പം വെളിച്ചം കണ്ട കാര്യമൊക്കെ പറയുമ്പോഴൊക്കെ എനിക്ക് ഈ മറ്റേത് എപ്പോഴും ഓർമ്മ വരും. ഈ പഴയ ഏലിയൻസ് വന്നത് തന്നെയാണോ ഇവരും പറയുന്നത്? അപ്പം ഈ പണ്ട് നമ്മളിങ്ങനെ ഇരുട്ടിന്ന് വെളിച്ചത്തിലേ നയിക്കണം എന്ന് പറയുമ്പോഴൊക്കെ എല്ലാ ദേവന്മാരും ഒക്കെ വെളിച്ചവുമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു സാധനമൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോഴൊക്കെ നമുക്കിത് അത് എന്നെ ഇങ്ങനെ ഒരു വശത്തോടെ ഇങ്ങനെ തൊടുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ ഒരിക്കലും അത് വായിക്കാതിരുന്നിട്ടില്ല. എവിടെയെങ്കിലും ഇത്തരത്തിലുള്ളൊരു ന്യൂസ് വന്നാൽ ഈ സന്യാസമൊക്കെ ചെയ്ത് നടക്കുമ്പോൾ പോലും ഞാനതെല്ലാം നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു തുടർച്ച എനിക്ക് ഈ ഏലിയൻസിനെ പറ്റിയുള്ള അപ്പോൾ ആദ്യത്തെ ഈ ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദി എർത്ത് വന്നപ്പോൾ മെനക്കെട്ട് പോയി ആ സിനിമ കണ്ടിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് ET വന്ന് ഇത് അപ്പോൾ അങ്ങനെ പിന്നെ ജൂൾസ് വേണിൻ്റെ വായിക്കുന്നതും H.G. വെൽസ് വായിക്കുക എന്ന് പറയുന്നത് അതിന് മുമ്പ് തന്നെ ഞാൻ ഈ കഥകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വായിച്ചിട്ടുമുണ്ട്. ഐസക് അസിമോവിൻ്റെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ മുഴുവനും ഞാൻ വായിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ട് നമുക്ക് ഈ സയൻസ് ഫിക്ഷൻ നോവൽ എന്ന് പറയുന്നത് ഒരു അപരിചിതമായ മേഖലയല്ല. അതിൻ്റെ കോൺസെപ്റ്റ്സും കാര്യങ്ങളുമൊക്കെ അത് തന്നെ മറ്റു തരത്തിൽ അസ്ട്രോഫിസിക്സും പാർട്ടിക്കിൾ ഫിസിക്സും ഒക്കെ നമുക്ക് കൂടുതൽ പഠിക്കാനും വായിക്കാനും ഇത് ഉത്തേജനം നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയും നമ്മളത് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയുണ്ട്. ഞാനൊരു സമയത്ത് ഞാൻ ഈ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഒരു വായനയ്ക്കകത്ത് ഈ ഏരിയകൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സങ്കല്പനങ്ങളെല്ലാം ഞാനും ഇഷ്ടംപോലെ അറിയാം. പിന്നെ ഫ്ലാഷ് ഗോർഡൻ്റെ കഥ ഒക്കെ നമ്മളെ സംബന്ധിച്ചുള്ള ഒരുപാടും ഇല്ലാതെ പ്ലെയിനിൽ കയറി അങ്ങ് ലൈറ്റിൻ്റെ സ്പീഡിൽ അങ്ങ് പോവുകയാണ്. പിന്നൊക്കെയാണ് നമ്മൾ ഈ ലൈറ്റിൻ്റെ സ്പീഡിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ പഠിക്കാൻ തുടങ്ങുന്നത്. സ്പീഡെന്ന് പറയുന്ന ഒരു സ്ഥലത്തിനപ്പുറത്തോട്ട് എത്തുമ്പം നമ്മൾ വിചാരിക്കുന്ന പോലല്ല. സിനിമകളുടെ ലോകത്തിനകത്താണെന്നുണ്ടെങ്കിൽ 2000 ODC ആ സിനിമയൊക്കെ നമുക്കങ്ങ് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിനെ പറ്റി ആദ്യത്തെ കമ്പ്യൂട്ടർ ഇന്ന് നമ്മൾ പറയുന്ന AI ലോകത്ത് വരെ എത്തുന്ന കമ്പ്യൂട്ടറൊക്കെയാണ് അതിനകത്തുള്ളത്. ആ സിനിമയും ഇതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ അതിൻ്റെ ലോകത്ത് ജീവിച്ച് ഞാനതിൻ്റെ ഡ്രീംസിൽ വരെ കഴിഞ്ഞിട്ടുള്ള ആളാണ്. ഈ ISRO ചെയർമാൻ പറയുന്ന പോലെ നമുക്കൊരു സംശയമൊന്നുമില്ല. ഇക്വേഷനുണ്ട്, ഡ്രേക്സ് ഇക്വേഷൻ എന്നാണ് എൻ്റെ ഓർമ്മ. അത് വെച്ചിട്ട് എത്ര ഈ ഭൂമി സൂര്യനിൽ നിന്ന് എത്ര ദൂരെയാണ് അവിടെ ഒരു ഗ്രഹമുണ്ടെങ്കിൽ ഭൂമിയുടെ സമാനമായ ഭൂമികൾ അതാണ് ഇന്നും മനുഷ്യർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് പലതരത്തിൽ ഇൻ്റർപ്രിറ്റേഷൻസ് പിന്നീട് വന്നിട്ടുണ്ട്. കാരണം ഈ അകലവും കാര്യങ്ങളും എല്ലാം ശരിയായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാലയളവിൽ ജീവൻ ഉണ്ടാകുമെന്നും ആ ജീവൻ വികസിച്ച് അപ്പോൾ അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ISROക്കാരൻ പറയുന്നത്. ആ ഇക്വേഷൻ്റെ സാധനം വെച്ചിട്ടാണ് അയാൾ പറയുന്നത് ഉണ്ടാകും. അതിനുമൊക്കെ എത്രയോ ശേഷമാണ് എനിക്ക് തോന്നുന്ന ഒരു 90-കൾക്ക് ശേഷമാണ് എവല്യൂഷൻ നമ്മളിങ്ങനെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും വായിക്കുന്നുണ്ടെങ്കിലും അത് ടൂളല്ലായിരുന്നു. ഒരിക്കലും നമുക്കതൊരു ടൂളായിട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ആദ്യം വേദാന്തമായിരുന്നു, അതിനുശേഷം മാർക്സിസം, അത് കഴിഞ്ഞ് ഫെമിനിസം, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് മോഡേണിസം ഒക്കെ നമ്മളിങ്ങനെ വായിക്കുകയും പഠിക്കുകയും അത് വെച്ചിട്ട് ലോകത്തിനെ മനസ്സിലാക്കുകയൊക്കെ ശേഷമാണ്
ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിന് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാനും അതിന് ഈ ജീവനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്താണ് എവല്യൂഷണറി ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ജീവിതത്തിനെ പറ്റി ഉണ്ടാക്കാനായിട്ട് അത് കൂടുതൽ പഠിക്കുകയൊക്കെ ചെയ്യുന്നത് 90s ശേഷമാണ്. അതിന് അപ്പോഴും ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് പഠിച്ചിട്ടില്ല. 2005 ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ശരിക്കും അത് സൂക്ഷ്മമായി വായിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ സൂക്ഷ്മമായി വായിക്കാനും പഠിക്കാനും തുടങ്ങിയപ്പോഴാണ് ബയോളജിയുടെ ലോകം എന്ന് പറയുന്നതിനകത്ത് നമുക്ക് പല പ്രശ്നങ്ങളും ഇതുപോലെ ഉണ്ടായി. അതുപോലെ തന്നെയായിരുന്നു ഈ ഗുരുകുലത്തിൽ വേദാന്തം പഠിക്കുന്ന സമയത്ത് അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത്, വേദാന്തത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉൽപ്പാദനവും ബോധത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ന്യൂറോ സയൻസൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ അതിനകത്ത് ചില ഓഫ് ഷൂട്ടിലുള്ള ചില ആൾക്കാർ, എല്ലാവരും അല്ല, അവർ ഇതേപോലെ ഈ വേദാന്തം പറയുന്ന പോലെ സംസാരിക്കുന്നത് കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് കോൺഷ്യസ്നെസ് എന്ന് നമ്മൾ ഈ പറയുന്ന കാര്യത്തിനെ പറ്റി ഇതുപോലെ ചർച്ച ചെയ്യാൻ ബാധ്യത വന്നിട്ടുണ്ട്. അപ്പോൾ ജീവന്, കോൺഷ്യസ്നെസ്, പിന്നെ ഈ സിവിലൈസേഷന്, ഇതെല്ലാം നമ്മളുടെ ഡിസ്കഷനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നതിനകത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പല സ്ട്രീമിലൂടെയാണ് ഞാനതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ഒന്നൊന്നിന് സമാനമായി നിൽക്കുന്ന വശങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ അതേ സമയത്ത് ഒന്നൊന്നിന് വിരുദ്ധമായി വരുന്ന സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ 1960കളിലാണ് ഞാൻ ആദ്യമായിട്ട് പ്ലേറ്റ് ടെക്ടോണിക് എന്ന് പറയുന്നത്, അതെനിക്ക് തോന്നുന്നു ഞാൻ വായിക്കുന്നത് അമേരിക്കൻ റീഡേഴ്സ് ഡൈജസ്റ്റിലാണ്. അത് ഭയങ്കരമായിട്ടൊരു ബ്രേക്കായിരുന്നു. അതുവരെ മനുഷ്യർ ഭൂമിയെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഭൂമി ഒരു മുകളിലൊരു ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ തോടുണ്ട്, ഓറഞ്ച് പോലാണ്, നടുക്കൊരു ഇതുണ്ട്, ഉണ്ടയുണ്ട്, അതിൻ്റെ ചുറ്റിനുമാണ് ഇതുണ്ടാകുന്നതെന്ന്, ഇത് പൊട്ടിപ്പൊളന്നായിരിക്കുന്നതെന്നും അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയാണ് നമ്മളിന്ന് കാണുന്ന ഈ മാറ്റങ്ങൾ, ഈ മലകളുണ്ടാകുന്നതെന്നും നമുക്ക് ഭൂകമ്പം ഉണ്ടാകുന്നത്, ഭൂമി ഉരുക്കം ഉണ്ടാകുന്നത്, ഒത്തിരി എണ്ണത്തിന് ഉത്തരങ്ങൾ കിട്ടുന്ന ഒരു വലിയ സംഭവമായിരുന്നു പ്ലേറ്റ് ടെക്ടോണിക് എന്ന് പറയുന്ന സാധനം വരുന്നത്. അപ്പോൾ അത് 60കളിലാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുക. അതിന് ശേഷമാണ് പിന്നെ ഇതൊക്കെ കൂടെ ചേർന്നാണ് നമ്മൾ ഈ ലോകത്തിനെ പറ്റിയുള്ള അറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ജീവൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയുന്ന ഒരു അന്വേഷണത്തിൻ്റെ വശം നടക്കുന്നുണ്ട്. അപ്പോൾ ജീവൻ എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഫിസിക്സിൻ്റെ ലോകത്തൂടെ അതിനൊരു ഉത്തരം ഒരിക്കലും സമയത്ത് പറഞ്ഞിട്ടില്ല ആരും. ഫിസിക്സിൻ്റെ വശത്തിലല്ല, കെമിസ്ട്രിയിലോട്ട് എത്തുമ്പോഴാണ് നമുക്കത് ജീവനെ പറ്റിയുള്ള സങ്കല്പങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ ഡാർവിൻ ഇങ്ങനെ പറയുന്ന ഒരു വാം പോണ്ട്, അവരുടെ അടുത്ത് ഇത് സംഭവിച്ചിരിക്കാം, ജീവൻ ഉണ്ടായിരിക്കാം എന്ന് പറയുന്നതല്ലാതെ അതിനപ്പുറത്തോട്ട് അദ്ദേഹം അത് പറയുന്നില്ല. കാരണം ഒരു ജീവൻ ഉണ്ടെങ്കിൽ അതിനെ ചുറ്റുപാടിനോട് എങ്ങനെ ബന്ധപ്പെടും. ഇതാണ് എവല്യൂഷൻ്റെ തിയറി. അങ്ങനെയാണ് ജീവനും അതിൻ്റെ ചുറ്റുപാടിനോട് അത് നടക്കുന്ന പരസ്പര ഇൻട്രാക്റ്റീവായിട്ടുള്ള പരസ്പര പ്രവർത്തനത്തിനകത്തൂടെ വ്യത്യസ്തതകൾ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും കോംപ്ലക്സിറ്റികൾ എങ്ങനെ ഉണ്ടായതെന്നൊക്കെ ആയിരുന്നു ഈ നമ്മൾ എവല്യൂഷൻ തിയറിക്കകത്ത് നമുക്ക് അവിടെ നിന്നാണ് ജീവൻ വേണം എവല്യൂഷൻ പറഞ്ഞു തുടങ്ങണം. ജീവൻ ഉണ്ടെങ്കിലേ എവല്യൂഷൻ പറയാനൊക്കെയുള്ളൂ. ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് ഈ എവല്യൂഷൻ തിയറി പറഞ്ഞിട്ട് പറ്റത്തില്ല. അതൊരു പ്രശ്നമാണ് എന്നുള്ള ഒരു പ്രോബ്ലം അത്. അപ്പോൾ ജീവൻ ആരംഭിച്ചത് ഭൂമിയിലെ ഈ സർഫസിലാണെന്നുള്ള ഒരു സങ്കല്പത്തിലായിരുന്നു നമ്മൾ ഈ വാം പോണ്ട് എന്ന് ഡാർവിൻ പറയുന്നിടത്ത് പറയുന്നത്. പിൽക്കാലത്ത് അങ്ങനെയുള്ള പോസിബിലിറ്റി ഈ കെമിസ്ട്രിയെ പറ്റിയുള്ള കൂടുതൽ അറിവുകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് കെമിക്കൽ ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങുന്ന സമയവും. അതുപോലെ തന്നെ ഡാർവിന് ജനറ്റിക്സ് അറിഞ്ഞൂടാ. മെൻ്റൽ കണ്ടെത്തി പറയുന്ന ആ കാലത്ത് പറയുന്നുണ്ടെങ്കിലും ജനറ്റിക്സ് ശരിക്കും പറഞ്ഞാൽ ഡാർവിൻ അറിയില്ല. അത് പിന്നീട് നമ്മൾ അതിൻ്റെ പ്രോസസ്സ് ഒരു പ്രിൻസിപ്പിൾ ഉണ്ടെന്നാണ് ഡാർവിൻ പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സും സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഈ പറയുന്ന അറിവും ചേരുന്നത് പിൽക്കാലത്താണ്. അപ്പോൾ ആ മേഖലകളെല്ലാം നമ്മളിങ്ങനെ മനസ്സിലാക്കി വരുന്ന സമയത്ത് ഈ കെമിസ്ട്രിയുടെ മേഖലയ്ക്കകത്തൂടാണ് ഇത്രയും കെമിസ്ട്രി ഒന്നിച്ച് ചേരണം. അയാൾ ഇപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഇങ്ങനെ. പക്ഷെ ഒന്നിച്ച് ചേരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ബാക്ടീരിയ പോലും ഒരു സെല്ലിനകത്താണ്. അപ്പോൾ ആ സെല്ല് എങ്ങനെയാണ് ആദ്യമായി ഉണ്ടായെന്നുള്ള പ്രശ്നം ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ഈ
പോറസ് ആയിട്ടുള്ള വളരെ സുഷിരങ്ങളുള്ള പാറ ഉള്ള ഇടവും കെമിസ്ട്രിയും വേണം. അവിടെ ഈ പലതരത്തിലുള്ള കെമിക്കൽ ബോണ്ടിങ്ങിന് സഹായകരമായ അന്തരീക്ഷം വേണം. ഇതെല്ലാം കൂടെ ഇങ്ങനെ ആലോചിച്ച് വരുമ്പോൾ ഇതൊന്നും ഭൂമിയുടെ മുകൾ വശത്തൊന്നും നടക്കുന്ന ഒരു എളുപ്പമല്ല. അത്രത്തോളം ചുറ്റുപാട് ഉള്ള പലതും. ഇപ്പോൾ ഒരു ടൈം എടുക്കാനൊക്കുന്ന ഒരു മെക്കാനിസം ഉണ്ടെങ്കിൽ അതെങ്ങനെ, അപ്പോൾ അതെങ്ങനെ അവിടെ എങ്ങനെ അതിനൊരു ഫോം ചെയ്യാനായിട്ട് സമയമെടുക്കാൻ ഇങ്ങനെ അപ്പോൾ ഒരു സെല്ല് രൂപപ്പെടുന്നതിനുള്ള പ്രശ്നമാണ്. അപ്പോൾ അത് സുഷിരങ്ങളിലാണെങ്കിലേ കുറച്ചെങ്കിലും നമുക്ക് പോസിബിളായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സുഷിരങ്ങളുള്ള പാറയെപ്പറ്റി അന്വേഷിക്കുമ്പോഴാണ് ഈ കടലിനടിയിലെ ഈ പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് ഇഷ്ടംപോലെ ഇടങ്ങളുണ്ട്. അവിടെ എല്ലാം അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്നുണ്ട്. അവിടെ ഈ പറയുന്ന കെമിസ്ട്രി മുഴുവനും ഉണ്ട്. അവിടെ വലിയ മർദ്ദമുണ്ട്. ടെമ്പറേച്ചർ ഈ ചൂട് കൊണ്ട് ഇതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് അതിന് ചുറ്റിനും. അപ്പോൾ നമുക്ക് ഇമാജിനേഷന് പുറത്താണ് ഈ പറയുന്ന കോമ്പിനേഷൻ. കടുത്ത തണുപ്പ്, ഹൈ പ്രഷർ, അതേപോലെ തന്നെ അതിനെയെല്ലാം ഭേദിച്ചു കൊണ്ടുവരുന്ന ചൂട്. ഈ തണുപ്പത്താണ് ഈ ചൂട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ലോകത്തുള്ള സകല കെമിസ്ട്രിയും മാഗ്മയ്ക്കകത്തു നിന്ന് പറഞ്ഞ് ഭൂമിക്ക് ഉള്ളിലുള്ള ഉരുകി കിടക്കുന്നത് പൊട്ടി പുറത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ വയ്യാത്ത തരത്തിൽ പലതരത്തിലുള്ള പോസിബിലിറ്റികളുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ അവിടെ ഉണ്ടാകുമെന്നും അവിടെയാണ് ജീവൻ്റെ ആരംഭങ്ങൾ ഉണ്ടാകുന്നതും അവിടെ ജീവൻ ആരംഭിച്ചു എന്നൊക്കെ പറയുന്നിട്ടുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ ഈ അണ്ടർ വാട്ടർ സാധനങ്ങളെല്ലാം അയക്കി ഇതൊക്കെ ഉണ്ടെന്നുള്ളത് ഡോക്യുമെൻ്റ് ചെയ്ത് ഇന്നിപ്പോൾ നമുക്കറിയാം അങ്ങനെ ഉണ്ട് എന്ന്. അപ്പം അവിടെയാണ് ഇത് ആരംഭിച്ചതെന്നുള്ളത് ഏതാണ്ടൊരു തരത്തിൽ അക്സെപ്റ്റബിളാണ്. പക്ഷേ ഇതേ സമയത്ത് തന്നെ ആണ് നമുക്ക് ഈ നക്ഷത്രങ്ങളുണ്ടാകുന്ന ലാഘവം എന്ന് ഞാൻ ലാഘവം എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നക്ഷത്രം ഉള്ളതുണ്ടാണ്, അല്ലെങ്കിൽ അത്ര ലാഘവമൊന്നുമല്ല. പക്ഷേ ലാഘവത്തോടെ ഇഷ്ടംപോലെ നക്ഷത്രങ്ങളുണ്ടായിരിക്കും, അതിന് ചുറ്റിനും ഇഷ്ടംപോലെ ഗ്രഹങ്ങളുണ്ടാകുന്ന കാരണം കൊണ്ട് ഇവർ ഈ പറയുന്ന പോലെ ഒരു റോക്കി പ്ലാനറ്റ്, അതിനകത്ത് വെള്ളവും അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഒരു ദ്രാവക രൂപത്തിലുള്ള ഒരു സ്ഥലത്തൊക്കെ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത, അത് പല കെമിസ്ട്രി, നമ്മുടെ ഈ പറയുന്ന വെള്ളം എന്ന് പറയുന്ന കെമിസ്ട്രി അല്ലാത്ത മറ്റ് കെമിസ്ട്രിയിലും ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാം എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഗാലക്സിയിൽ ഇത്ര കോടി നക്ഷത്രം ഉള്ളതുകൊണ്ട് അതിനകത്ത് ഇത്രയധികം സൂര്യന്മാർ, അപ്പോൾ കൂടുതൽ സൂര്യന്മാരും ഇരട്ട സൂര്യന്മാരാണ്. അപ്പോൾ അവിടെ ഈ പ്ലാനറ്റുകൾ ഇങ്ങനെ ഫോം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി ഉണ്ടായാൽ തന്നെ അത് മറ്റൊന്നിൻ്റെ ആകർഷണശക്തിയൊക്കെ കൊണ്ട് ഇത് ഒരിക്കലും സ്റ്റേബിളായിട്ട് നിൽക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പം അതേപോലെ തന്നെ ഇപ്പം മാറ്ററിൻ്റെ നക്ഷത്രം ഫോം ചെയ്യുന്നിടത്ത് ആറ്റങ്ങൾ അല്ലെങ്കിൽ അത് കോമ്പൗണ്ടായിട്ട് മാറ്റർ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തമ്മിൽ ചേരുന്ന അളവ് കൂടുതലാണെങ്കിൽ വലിയ സൂര്യനൊക്കെ ആയിപ്പോവും. അപ്പോൾ സൂര്യനും വലിയ തരത്തിലെ സൂര്യന്മാരുണ്ടായാലുള്ള കുഴപ്പമെന്ന് പറയുന്നത് അത് പെട്ടെന്നാണ് കത്തുന്നത്. പെട്ടെന്ന് കത്തിപ്പോകുന്നത്, കാരണം അത്രയും പ്രഷർ വരുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് ഒരു 5 ബില്യൺ വർഷമൊക്കെ കൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ പീക്കും കടന്ന് അണഞ്ഞു പോവും. അണഞ്ഞു പോകുന്നവരല്ലാത്തതിനേക്കാളും വലുതാണെന്നുണ്ടെങ്കിൽ അത് സൂപ്പർനോവയാകും. അങ്ങനെ സൂപ്പർനോവയായിട്ട് വേണം നമ്മളെ ഇപ്പോൾ നമ്മുടെ മസിലുമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള കെമിസ്ട്രികളൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് നക്ഷത്രങ്ങളിൽ മാത്രമാണ്. നക്ഷത്രം പൊട്ടിയാൽ മാത്രം ഉണ്ടാകുന്ന എലിമെൻറ്റ്സ് ഉണ്ട്, അത്രയും മർദ്ദം. അത് ആദ്യത്തെ നമ്മൾ കൺസീവ് ചെയ്യുന്ന ബിഗ് ബാങ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് ആ എലിമെൻറ്റ്സ് ഒന്നും ഉണ്ടാകത്തില്ല. അവിടെ ഉണ്ടായ സാധനം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഹീലിയവും പിന്നെ കുറച്ച് അതിന് തൊട്ടടുത്തുള്ള 2-3 എലിമെൻറ്റേ ഉള്ളൂ ഈ ആദ്യത്തെ സാധനങ്ങൾ. അതിന് ശേഷമുള്ള നമ്മൾ ഹെവി എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് മുഴുവൻ ഈ നക്ഷത്രങ്ങളിലുണ്ടായേ പറ്റും. അപ്പോൾ പല ലെവലിലുള്ള നക്ഷത്രങ്ങളുണ്ടായി ഇതെല്ലാം സംഭവിക്കുന്ന അതിപ്പോഴും നമുക്ക് കാണാം. അങ്ങനെ നക്ഷത്രങ്ങളുണ്ടെന്നും അത് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സൂപ്പർനോവകൾ പൊട്ടുന്നതും എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ഇന്ന് സംശയമൊന്നും ഇല്ലാതെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ലേറ്ററായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചിട്ടാണല്ലോ 13.8 ബില്യൺ ഇയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിനകത്തുനിന്ന് ഇങ്ങോട്ട് വെച്ചിട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ സൂര്യനെ പോലുള്ളൊരു നക്ഷത്രമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു 10 ബില്യൺ
ഉണ്ടാകും. പക്ഷേ ലേറ്ററായിട്ട് നമ്മൾ സൂര്യൻ ഉണ്ടായത് കാരണം കൊണ്ട് അതിനിപ്പോൾ വയസ്സ് 5 ബില്യണേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു 5 ബില്യണും കൂടെ സൂര്യൻ അവിടെ നിൽക്കും. ആ സൂര്യനെ അത് ഇനി 1-2 ബില്യണും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ സൂര്യൻ്റെ സ്വഭാവമൊക്കെ മാറത്തുള്ളൂ. അപ്പം ആ സ്വഭാവമൊക്കെ മാറിയാൽ ഭൂമി വരെ വലുതാവുക. അത് കഴിഞ്ഞാൽ അതിന് റെഡ് ജയൻ്റ് എന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ അത് ആ എക്സ്പാൻഷൻ അത് എക്സ്പ്ലോഡ് ചെയ്യത്തില്ല, വീർത്തിട്ട് വൈറ്റ് ഡ്വാർഫിലേക്ക് പോകും. ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഇതെല്ലാം നമുക്കറിയാം. ഇന്നിപ്പോൾ അതൊന്നും അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷവും ഈ നക്ഷത്രം ഇത്രയും കാലയളവ് ആവശ്യമാണെന്നും ഒക്കെ ഉള്ള നക്ഷത്രങ്ങളുടെ എടുത്തിട്ടാണ് ഈ പറയുന്ന ഏലിയൻ ലൈഫ് ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് ആർക്കും ഒരു സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ ഞാനത് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സംശയമൊന്നുമില്ലായിരുന്നു. ആ ജീവനുണ്ട്. പക്ഷേ ശാസ്ത്രീയമായിട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ കഴിഞ്ഞ തെളിവുണ്ടെങ്കിലേ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെ അത് ഹൈപ്പോത്തിസിസ്, ശാസ്ത്രീയമായ ഹൈപ്പോത്തിസിസ്, അഭ്യൂഹങ്ങൾ. പണ്ടും മനുഷ്യർ അഭ്യൂഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഗന്ധർവന്മാരും ഉണ്ടായത്. അങ്ങനെ പലതരത്തിലുള്ള 17-14 ലോകം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എല്ലാ രാജ്യത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അഭ്യൂഹം മനുഷ്യർക്കില്ലാതിരുന്നിട്ടില്ല. പക്ഷേ ആ പ്രഡിക്ഷനും ശാസ്ത്രവും ഇതും തമ്മിൽ വ്യത്യാസപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതും അത് ശരിക്കും നമ്മുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് പറയുന്നതാണ് അതിൻ്റെ ഡിഫറൻസ്. അല്ല, അഭ്യൂഹങ്ങൾക്കൊന്നും ഒരിക്കലും ഒരു കുറവും മനുഷ്യർക്കുണ്ടായിട്ടില്ല. മനുഷ്യർ കഥ പറയാൻ തുടങ്ങിയ കാലം തൊട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം കൊണ്ട് ISRO ശാസ്ത്രജ്ഞനും ഒരു തെളിവില്ലാതാണ് ഈ പറയുന്നത്. അയാൾ ശരിക്കും വിശ്വാസിയാണ്. കാരണം അയാൾ ഇവിടെ ഗുരുവായൂർ പോകുന്ന ആളും കൂടെ. പിന്നെ അയാൾ അത് പറയുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. ശാസ്ത്രീയമായ വിശ്വാസിയാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ അയാൾ ഒരിക്കലും ഒരു ശാസ്ത്രജ്ഞനെയല്ല. ശാസ്ത്രങ്ങൾ ഉപയോഗിച്ച് വിശ്വാസം പറയുന്ന ഒരുത്തനാണ്. അല്ലെങ്കിൽ ഒരു കാലത്തും ഗുരുവായൂർ പോകത്തില്ല. അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അയാളുടെ ആ നിലപാട് സാധനങ്ങളൊന്നും ഞാൻ എടുക്കത്തേയില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ പോസിബിലിറ്റീസാണ് നമ്മളിങ്ങനെ പറയുന്നത് ശാസ്ത്രീയമായി. ഇപ്പോൾ ബിഗ് ബാങ്ങിനെ പറ്റി പറയുമ്പോഴും ആർക്കെങ്കിലും കാണിക്കാനോ എടുക്കാനോ അതിന് നമുക്ക് ഇൻഡയറക്റ്റായിട്ട് 2 എവിഡൻസ് ആണ് നമുക്കുള്ളത്. അതുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് CMB എന്ന് പറയുന്ന കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനെയാണ്. അത് പ്രിഡിക്റ്റഡ് ആണ്, ഇങ്ങനെ ഉണ്ടാകും. അതുകൊണ്ട് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് നമുക്ക് പറയാനൊക്കുന്ന ഒന്നാണ്. അടുത്തതെന്ന് പറയുന്നത് റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന നക്ഷത്രങ്ങൾ, അകന്നു പോകുന്ന നക്ഷത്രങ്ങൾ ചുവന്ന രാശിയുള്ളതായി മാറും. കാരണം റെഡ് എന്ന് പറയുന്ന വേവ് ലെങ്തിലുള്ള ലൈറ്റായിരിക്കും നമ്മൾ കാണുന്നത്. അടുത്തോട്ട് വരികയാണെങ്കിൽ അത് ബ്ലൂവിലായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നതാണെങ്കിൽ ബ്ലൂവിലായിരിക്കും കാണുന്നത്, അകന്നു പോകുന്നത്. അപ്പം ഇത് ഹബിളിൻ്റെ ടെലിസ്കോപ്പിനകത്തൂടെ ഹബിള് തന്നെ അന്ന് നോക്കിയിട്ട്, ഇന്നിപ്പോൾ ഹബിളിൻ്റെ ടെലിസ്കോപ്പൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഭൂമിയെ എല്ലാ ഗാലക്സികളും മറ്റ് ഗാലക്സികളിൽ നിന്ന് അകന്നു പോകുന്നത്. ഞാൻ ഒരു ബലൂണിനെ ഉള്ളിലൂടെ വീർക്കുന്നത്. അല്ല, എൻട്രോപ്പി കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ബിഗ് ബാങ് എന്ന് പറയുന്നതായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതല്ല. അങ്ങനെയല്ല. അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന സാധനം ഓർഡറായിട്ടിരിക്കുന്നതായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ അതിനേക്കാളും കൂടുതൽ കോംപ്ലക്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓർഡർ ആണ് ഇപ്പം നിൽക്കുന്നത്. ഓർഡർ ആണെങ്കിൽ അത് എപ്പോഴും മുട്ടയും ബുൾസയും തമ്മിൽ വെച്ചിട്ടാണ് ആൾക്കാർ അതിൻ്റെ ഉത്തരം പറയുന്നത്. ബുൾസൈ ഒരിക്കലും നമുക്ക് മുട്ടയാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ദർ ഈസ് ആൻ ആരോ ഓഫ് ടൈം എന്നുള്ളതാണ്. ടൈമിന് ഒരു ദിശയുണ്ട്. അതേസമയത്ത് സ്പേസ് അങ്ങനെയല്ല. സ്പേസിന് 360 ഡിഗ്രിയിൽ നമുക്ക് പോകാം, ഏത് ദിശയിലേക്കും പോകാൻ പറ്റും. അപ്പം സ്പേസ് ടൈം കണ്ടിന്യൂ എന്ന് നമ്മൾ പറയുമ്പോൾ രണ്ടും ഒരുപോലെ ആണ് എന്ന് പറയുമ്പോഴും അത് നമ്മുടെ ഒബ്സർവേഷനകത്ത് നമുക്ക് ഈ വ്യത്യാസം അറിയാൻ പറ്റും. കാരണം സ്പേസിനകത്ത് ഏത് ദിശയിലേക്കും തിരിഞ്ഞ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ടൈമിൽ നമുക്ക് പറ്റത്തില്ല. ടൈം നമുക്ക് ഒരു ദിശയുണ്ട്, അത് നമ്മൾ അനുഭവിക്കുന്നത് ഈ പാസ്റ്റ്, പ്രസൻറ്റ്, അത് കഴിഞ്ഞ് ഫ്യൂച്ചർ എന്നാണ്. അപ്പം നമ്മളിത് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ ബയോളജി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ സൂര്യനിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസിലൊക്കെ നമ്മൾ ഈ ഭൂമി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഭൂമികൾ നമ്മളിപ്പോൾ റീസെൻ്റായിട്ടാണ് നമ്മൾ ടെലിസ്കോപ്പൊക്കെ വികസിപ്പിക്കുമ്പോൾ ഒരു നക്ഷത്രത്തിന് ചുറ്റിനും ഗ്രഹങ്ങളുണ്ടെങ്കിൽ
ഒരു സെക്കൻഡ് നേരത്തേക്ക്, ഒരു സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാളും ചെറിയ സെക്കൻഡുകളാണ്. പലതരത്തിൽ സെക്കൻഡുകളുണ്ടെന്നൊക്കെ നമ്മൾ അറിയണം. നാനോ സെക്കൻഡ് ഉണ്ട്, മില്ലി സെക്കൻഡ് ഉണ്ട്, ഇങ്ങനെ സെക്കൻഡുകൾ തന്നെ മുറിച്ച് മുറിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഒരു ലൈറ്റിൻ്റെ ചെറിയ ഒരു മറവുണ്ടായി എന്ന് സംശയിക്കുന്നതിനെയാണ് നമ്മൾ ഈ ഗ്രഹം എന്ന് പറയുന്ന അവിടെ ഒരു എന്താണ് എക്സോ പ്ലാനറ്റ് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഗാലക്സി, നമ്മുടെ എന്താ സോളാർ സിസ്റ്റത്തിനപ്പുറത്ത് മറ്റ് ഗ്രഹങ്ങളിലുണ്ടായിരിക്കുന്ന ഈ പ്ലാനറ്റുകളെ പറ്റിയുള്ള ഉണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ, അപ്പോൾ ഇങ്ങനെ ഗ്രഹങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭൂമിയെ വേറെ ഭൂമി കണ്ടുപിടിച്ചു എന്നൊക്കെ ആൾക്കാരിങ്ങനെ ജേർണലിസ്റ്റുകൾ എഴുതും. അങ്ങനെ എഴുതുമ്പോൾ ഒക്കെ നമ്മൾ കാണേണ്ടതുകൊണ്ട് നമ്മൾ ഭൂമിയൊന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല, ഒരു നിഴൽ കണ്ടതുപോലെ സംശയിച്ചു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ലൈറ്റിൻ്റെ സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഒരു അതിൻ്റെ ഘടനയൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നക്ഷത്രങ്ങളുടെ ഘടനയൊക്കെ നമ്മൾ ഈ ലൈറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ടാണ് അതിൻ്റെയൊക്കെ പ്രായവും കാര്യങ്ങളും എല്ലാം നിർണ്ണയിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ആ മേഖലകളെല്ലാം നമ്മളിങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഇത്രയും നക്ഷത്രങ്ങൾ, ഇത്ര ഗ്രഹങ്ങളുണ്ടാകുമെന്ന് അവിടെ ഭൂമിയിലുണ്ടായതുപോലെ ഒരു സമയത്ത് ജീവനുണ്ടാകും എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ബയോളജി പഠിക്കുമ്പോൾ നമ്മളുണ്ടാകുന്നത്, നമ്മളിപ്പോൾ ലൂക്ക എന്ന് പറയും. ഈ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ ഒന്നിച്ച് വന്നിട്ടുണ്ട് ലൂക്കായെ പറ്റിയുള്ള. അപ്പോൾ ലൂക്ക ഞാൻ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ എന്നാണ്. പക്ഷെ ലൂക്ക ജീവൻ്റെ ആരംഭമാണെന്ന് ഇപ്പോൾ അവർ പറയുന്നില്ല. ഇതാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന കാര്യം. ഇതാണ്. പണ്ടങ്ങനെയല്ല. ലൂക്ക എന്ന് പറയുന്നത് ആദ്യത്തെ ജീവന് ഉത്ഭവമായിട്ടായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് അങ്ങനെയല്ല. പലതരത്തിലുള്ള കണക്കുകൾ എടുക്കുമ്പോൾ അത് ജീവന് ജീവൻ ഫോസിലൈസ് ചെയ്തിട്ടുള്ള അടയാളങ്ങൾ എന്നുള്ള നിലവാരത്തിൽ 3.8 വരെയാണ് പറയുന്നത്. പക്ഷേ ശരിക്കും 3.4 തൊട്ട് 3.8 വരെയുള്ള സമയത്താണ് ഈ ഫോസിലും അത്തരത്തിലുള്ള തെളിവുകൾ ഇൻഡയറക്റ്റ്. അതിനുശേഷം ഇന്നിപ്പോൾ ഒരു മാത്തമെറ്റിക്കലായിട്ടും കാര്യങ്ങളും ജീവൻ ആരംഭിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ 4.1 ബില്യൺ വരെ. ഇപ്പോൾ ഭൂമിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 4.5 to 4.6 4.6 ആണ് സൂര്യന് കൊടുക്കുന്നതെങ്കിൽ അതിന് ശേഷം എന്ന് പറയുന്ന ഇത് ഒരു അത്ര കൃത്യമായിട്ട് അല്ലെങ്കിൽ 4.5 to 4.6 ആണ് ഭൂമിയുടെ പ്രായം വെച്ചിട്ടുള്ളത്. അപ്പോൾ 4.1 ഇപ്പോൾ അവർ ലൂക്കായെ വെക്കുന്നത്. പക്ഷെ അത് ജീവൻ്റെ ആരംഭമായിട്ടല്ല. ഇതുവരെ ഇപ്പം നമുക്കറിയുന്ന എല്ലാ ജീവനെയും, ഇന്ന് നമുക്കറിയുന്ന ജീവൻ്റെ അതിനെയെല്ലാം പരിശോധിച്ച് നോക്കിയാൽ ഇത് ഇപ്പോൾ ഉള്ള എക്സിസ്റ്റ് ചെയ്യുന്ന ജീവൻ്റെ തുടർച്ച ഉറപ്പാക്കാൻ ഇതെല്ലാം കൂടെ ചെന്ന് ഒരു പോയിന്റിൽ മുട്ടുന്നതായിട്ട് കാണുന്നതിനെയാണ് ലൂക്ക എന്ന് വിളിക്കുന്നത്. അത് 4.1 അവർ ഇപ്പോൾ വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അത് വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഈ സകല ഇവർ പറയുന്ന സകല സാധ്യതകളുമുള്ള ജീവനുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവുള്ളത് ഭൂമി തന്നെയാണ്. അവിടെ എന്തുകൊണ്ട് 2 തവണ ജീവൻ ഉണ്ടായില്ല എന്നുള്ളൊരു പ്രശ്നം എനിക്കുണ്ട്. വീണ്ടും വീണ്ടും ജീവൻ ഉണ്ടായിക്കൊണ്ടിരിക്കണ്ടേ? അതുണ്ടാകുന്നില്ല. നമുക്കുള്ള തെളിവ് ഇപ്പോൾ അവർ പറയുന്ന ഈ ലൂക്കായെ പറ്റിയുള്ള ഇത് വന്നപ്പോഴാണ് ഓക്കെ അതല്ല അവരുടെ തുടക്കം എന്നവർ പറയുന്നുണ്ടെങ്കിൽ ജീവൻ ഭൂമിയിൽ ഒരു തവണ ആരംഭിച്ചതായിട്ട് കാണുന്നുള്ളൂ. കാര്യമുണ്ട് തുടർച്ചകളുള്ളത് ഇതിന് മാത്രമാണ്. അപ്പം ജീവൻ്റെ പ്രധാന സ്വഭാവം എന്ന് നമ്മൾ പറയുന്നത് അതുണ്ടായി, അത് അപ്പം തൊട്ട് തുടരാൻ ശ്രമിച്ചു. ആ തുടരുന്ന മെക്കാനിസം എന്ന് പറയുന്നത് 1-2 എന്ന് പറയുന്ന മെക്കാനിസമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. 1-2 എന്ന് പറയുന്നതാണ്, അത് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ വ്യത്യസ്തതകൾ ഡിവൈഡ് ചെയ്ത് തുടരുന്ന ആ വ്യത്യസ്തതകൾ വീണ്ടും ചുറ്റുപാടുമായിട്ടുള്ള ഇൻട്രാക്ഷനകത്തൂടെ പുത്തൻ ആ സവിശേഷതകൾ ആർജിച്ച് വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്യുന്നത് വഴിയാണ് കോംപ്ലക്സിറ്റി ഉണ്ടായതായിട്ട് സങ്കീർണതകളുണ്ടായി ഇത്രയും വ്യത്യസ്തമായ ജീവനായി മാറിയത് ഒരൊറ്റ ജീവനിൽ നിന്നാണെന്നാണ് ബയോളജിക്ക് നമുക്കറിയുന്നത്. അങ്ങനെയുള്ളൂ. ജീവന് സകലതരത്തിലും ഒരുങ്ങിയിരിക്കുകയാണെന്നും ആ ഇരിക്കുന്നത് കാരണം കൊണ്ട് ജീവനുണ്ടായി എന്നും ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് ഇംഗ്ലീഷുകാർ ഗോൾഡിലോക്ക് സോൺ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ റൈറ്റ്, അത് ഒരു പഴയ കഥയാണ്. അച്ഛൻ കരടി എൻ്റെ സൂപ്പ് ചൂടാണ്. അപ്പോൾ അമ്മ കരടി പറഞ്ഞ് എൻ്റെ സൂപ്പ് തണുത്ത് പോയി. അപ്പം കൊച്ചു കരടി പറഞ്ഞ് എൻ്റേത് കറക്റ്റാണ്.
അപ്പോൾ ആ കഥയ്ക്കകത്തു നിന്നാണ് ഈ ഗോൾഡ് ലോക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, എല്ലാം കറക്റ്റായിരിക്കുക എന്ന് പറയുന്നത്. അതിപ്പം നമുക്ക് ജീവൻ്റെ ഘടനയും കാര്യങ്ങളും മുഴുവനും നമ്മളെടുത്ത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു മില്ലിമീറ്റർ അങ്ങോട്ടോ മില്ലിമീറ്ററോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ജീവന് സാധിക്കത്തുമില്ലെന്നും ഇങ്ങനെയൊക്കെയാണ് നമ്മളത് കാണുന്നത്. അത് കാരണം കൊണ്ട് ജീവൻ അങ്ങനെ ചുമ്മാതെ സംഭവിച്ചതല്ല എന്ന് പറയുന്നതിന് ഈ എന്താണ് നമ്മുടെ ഇൻ്റലിജൻറ്റ് ക്രിയേഷനിസ്റ്റുകളുടെ ലോകമുണ്ട്. അവരുടെ ആർഗ്യുമെൻസിനകത്തൊക്കെ ഉള്ള കാര്യങ്ങളാണിതൊക്കെ. പക്ഷെ നമുക്ക് കാണാൻ പറ്റും, എന്തായാലും നമുക്കിവിടെ ജീവനുണ്ട്, ഒരു ജീവനാണ് ഉണ്ടായതെന്നും ആ രണ്ടാമതൊരു ജീവൻ ഉണ്ടായില്ല എന്നുള്ളതൊരു പ്രശ്നമായിട്ട് ഈ ഫിസിസിസ്റ്റുകൾ ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യാത്ത കാരണം കൊണ്ടാണ് അവർക്ക് ഒരുപാടും ഇല്ലാതെ ഈ അകലത്തിൽ അങ്ങ് ജീവൻ ഉണ്ടായത്. അപ്പം നമ്മൾ ബയോളജി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായി. എങ്ങനെയാണ് രണ്ടാമതൊരു, എന്തുകൊണ്ട് സകലതും ഒരുങ്ങിയിട്ട് ഇങ്ങനൊരു ജീവൻ, രണ്ടാമതൊരു ജീവൻ ഭൂമിയിൽ എന്തുകൊണ്ടുണ്ടായില്ല എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട് നമ്മൾ. ഈ ഒരുങ്ങുന്നത് കറക്റ്റാണെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ ഇവിടെയും വീണ്ടും വീണ്ടും ഉണ്ടാകാം. അതുണ്ടായിട്ടില്ല. എല്ലാ ജീവനും പുറകോട്ട് പരിശോധിക്കുമ്പോൾ ശാഖകൾ പോലെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ എത്തിച്ചേരുന്നത്, എല്ലാ ശാഖകളും ഒരു മരത്തിൻ്റെ തായ്തടിയിൽ എത്തിച്ചേരുന്നത് പോലെ ജീവൻ്റെ സകല വ്യത്യാസങ്ങളും ഒന്നിച്ച് പല കാലഘട്ടത്തിനായിട്ട് ഒന്നിച്ച് ചേർന്ന് നമ്മൾ ഒരു ആദ്യത്തെ ജീവൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഗാലക്സികൾ അകന്നു പോകുന്ന ഗാലക്സികളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് അത് പോയിൻ്റെന്ന് വിളിക്കാനൊക്കത്തില്ല, അങ്ങനെയാണ് നമ്മൾക്ക് അതിനെ ഒരു കേന്ദ്രമെന്നും വിളിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്താണ്, ഒരു പോയിൻ്റോ അല്ലെങ്കിൽ ഒരു നിമിഷമോ ആയിരിക്കുന്ന, ഇത് രണ്ടുമല്ലാതായിരിക്കുന്ന ഒരു ഇട സ്പേസ് എന്ന് പറയാനേ പറ്റുള്ളൂ. നമുക്ക് ഭാഷയിൽ അതേ പറയാൻ ഒക്കുള്ളൂ. അങ്ങനത്തെ ഒന്നിനെയാണ് ബിഗ് ബാങ് എന്നും പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ ഈ ജീവനെപ്പറ്റി ഇത് പറയുന്ന സമയത്ത് അടുത്തതെന്ന് പറയുന്നത്, ഞാൻ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു കേൾക്കാത്ത ഒരു പ്രശ്നം എനിക്ക് വേറെ വരുന്നുണ്ട്. അതെന്ന് പറയുന്നത്, നമുക്കറിയുന്ന ഒരു ജീവനും മറ്റൊന്നിനെ പോലല്ല. ഒരു ജീവൻ മാത്രമല്ല, ഇപ്പം നമ്മൾ ഒരാളെ പോലെ ഒരാൾ ലോകത്തില്ല. ഒരു സ്നോഫ്ലേക്ക് വേറെ സ്നോഫ്ലേക്കിനെ പോലല്ല എന്ന് പറയുന്നത്. കാരണം അവിടെ ജീവൻ പോലും ഇല്ല. അപ്പോൾ പോലും അത് വ്യത്യസ്തമാണ്. അപ്പം നമ്മളിപ്പോൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരുപോലാണെന്ന് നമ്മളിങ്ങനെ പറയുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ സൂക്ഷ്മതയിൽ ഒരിക്കലും ഒരുപോലെ ആയിരിക്കത്തില്ല എന്നുള്ളത്. പ്രപഞ്ചത്തിനകത്ത് എന്തെങ്കിലും ഒന്നെന്ന് നമ്മൾക്ക് വിളിക്കാൻ പറ്റുന്നത് വേറൊന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൽ നിന്ന് വ്യത്യാസമാണ്. 1, 2 എന്ന് നമ്മൾ പറഞ്ഞാൽ ഒന്നിൽ നിന്ന് വ്യത്യസ്തമായ 2 ഉള്ളൂ. 2 ഒന്നല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ ഘടന. ഒന്നിനെ പോലെ മറ്റൊന്നില്ല. അത് നമ്മളെല്ലാവരും ഇപ്പോൾ ചൈനക്കാരെല്ലാം കണ്ടാൽ ഒരുപോലെയാണ് നമ്മൾ പറയും. അതുപോലെ തന്നെ സിഖുകാരെല്ലാം ഒരുപോലെയാണെന്ന്. പക്ഷേ സിഖുകാരുടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരും വേറെയാണ്, നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഇതേപോലെയാണ് നമ്മൾ ആ കോമണാലിറ്റി വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ തെങ്ങെടുത്തിട്ട് തെങ്ങുകളെല്ലാം ഒരുപോലെയാണ് നമ്മൾക്ക് തോന്നും. പക്ഷേ ഓരോ തെങ്ങും വേറെ തെങ്ങിൽ നിന്ന് വ്യത്യാസമാണ്. ഇത് ഏറ്റവും സൂക്ഷ്മമായ ലോകത്തും വ്യത്യസ്തമാണ്. അതാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ഉപ്പ് പരൽ നമ്മളെ സംബന്ധിച്ചുള്ള എല്ലാ ഉപ്പ് പരലും ഒരുപോലെയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒന്നും ഒരുപോലല്ല. അപ്പോൾ ഒന്നിനെ പോലെ രണ്ടാമതൊന്നില്ലാതിരിക്കുന്ന ഒരു പ്രപഞ്ചമാണിതെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള നമ്മളിപ്പോൾ ഒരു എണ്ണത്തിന് തെങ്ങ് ഒരു സ്പീഷീസാണല്ലോ, മാവ് മറ്റൊരു സ്പീഷീസാണല്ലോ, മനുഷ്യനൊരു സ്പീഷീസാണ്, കുരങ്ങൊരു, ഇങ്ങനെ പറയുമ്പോൾ ഓരോന്നും വ്യത്യസ്തമായിരിക്കുമ്പോഴും അതിൻ്റെ സമാനതകൾ വെച്ചിട്ടൊരു സ്പീഷീസ് പറയുമ്പോഴും നമുക്കുള്ള ലോകത്തുണ്ടായിരിക്കുന്ന സകല ഫോസിലുകളും പരിശോധിച്ച് നോക്കിയാൽ ഇതുവരെ ജീവൻ ആവർത്തിച്ചിട്ടേ ഇല്ലെന്ന് കാണാം. 1, 2 തുടരുന്നു എന്നുള്ളതല്ലാതെ ആവർത്തനമില്ലാത്ത ഒന്നാണ് പ്രപഞ്ചം. ജീവൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒന്നും ആവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യരങ്ങനെയല്ല ജീവിതത്തിനെയും ലോകത്തിനെയും കണ്ടിട്ടുള്ളത്. അവർ ചാക്രികം എന്നാണ് പറയുന്നത്. ഒന്നും ആവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഭൂമി തിരിയുന്നതാണ് മനുഷ്യരുടെ ഏറ്റവും വലിയ ഒരു സാധനം, ചാക്രികമായിട്ടാണെന്ന്. ഭൂമി ഒരു ദിവസം മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആയിരക്കണക്കിന് ഉൽക്കകൾ വന്ന് ഭൂമിയിൽ പതിക്കും. അതിന് ഭാരം കൂടും, അതുപോലെ തന്നെ ഭാരം കുറയും. കാരണം ഈ സോളാർ വിൻഡ് വന്നിട്ട് നമ്മുടെ വായു എല്ലാം മേളിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് അത് അടിച്ച് കളയുകയും ചെയ്യും. അപ്പോൾ
മാറി എന്നുവെച്ചാൽ വലുതാകുകയും ചെറുതാകുകയും ചെയ്യുന്നത് ഒക്കെ ഒരേ സമയത്ത് തന്നെ ഭൂമിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഭൂമിയാണ് തിരിയുന്നതെന്നും ഭൂമി സൂര്യനിൽ നിന്ന് അകലുന്നുണ്ടെന്നുള്ള കാര്യവും നമ്മൾ അറിയേണ്ടത്. അത് മില്ലിമീറ്റർ സഹിതത്തിലാണ് മാറുന്നത്. ഇതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ചന്ദ്രനെ ഭൂമിയുടെ വളരെ അടുത്തായിരുന്നു നിന്നിരുന്നത്, അത് ഭൂമിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇങ്ങനെ എത്രയോ കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ചാക്രികമായ ഒരു പ്രപഞ്ചം ഇവിടെ ഇല്ല. അതാണ് ഞാൻ കാണുന്ന ഒരു സ്ഥലം. ചാക്രികമായ ഒന്നും തന്നെ പ്രപഞ്ചത്തിലില്ല. നമ്മൾ സീസണലായിട്ട് മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരുപോലൊരു മഴ പെയ്യുന്നില്ല എന്നറിയേണ്ടത്. അത് നമ്മൾ സ്നോഫ്ലേക്ക് അറിയുന്നത് പോലെ ഓരോ മനുഷ്യരെ എടുത്ത് നോക്കിയാൽ അറിയാം ഒരാളെ പോലെ വേറൊരാളില്ല എന്നറിയാം. സമാനതകൾ വെച്ചിട്ടാണ് നമ്മൾ ഒരുപോലാണെന്ന് വിചാരിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരിക്കൽ പോലും ആവർത്തിക്കാത്ത പ്രപഞ്ചത്തിൻ്റെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു സ്പീഷീസ്, ഇപ്പോൾ നമ്മൾ ബാക്ടീരിയ എന്നൊക്കെ പറയുന്ന എല്ലാം മാറിത്തുടരുന്നതാണ്. അല്ലാതെ ആവർത്തിക്കുന്നേയില്ലാത്ത, ആവർത്തനമില്ലാത്ത പ്രപഞ്ചമാണിതെന്നുള്ള തിരിച്ചറിവ് ഞാൻ ഈ പഠനത്തിനകത്തൂടെ മനസ്സിലാക്കുന്നു. ആവർത്തനമില്ലാത്ത പ്രപഞ്ചമാണ്. അത് ആവർത്തനമില്ലാതായിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കും. ഞാനത് മനസ്സിലാക്കിയത് 1, 2, 3 നമ്മൾ എണ്ണിപ്പോയാൽ അത് ഇൻഫിനിറ്റ് ആവും. 1, 2 എന്ന് പറയുന്നതിൻ്റെ നടുവിൽ നമ്മൾ നോക്കിയാൽ അത് ഇൻഫിനിറ്റ് ആവും. 1.1 എന്ന് ഇട്ടിട്ട് നമ്മൾ അതിനകത്ത് നോക്കിയാൽ അത് ഇൻഫിനിറ്റ് ആവും. അനന്ത സാധ്യതകളുള്ള ഒരു പ്രപഞ്ചമാണ് ഇവിടെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നും ആവർത്തിക്കുന്നില്ലാത്ത ഒരു പ്രപഞ്ചമാണ്. അനന്ത സാധ്യതകളുണ്ടാണ്, അതുകൊണ്ടാണ് ആവർത്തിക്കാത്തത്. അതുകൊണ്ട് ഒരു ബിഗ് ബാങ് ഉണ്ടായാൽ ഇനി അത് ആവർത്തിക്കത്തില്ലെന്നറിയുന്നത് പോലെ ഞാൻ മനസ്സിലാക്കുന്നത് ജീവനും ബിഗ് ബാങ്ങും ഒക്കെ ഒരുപോലെ ആവർത്തിക്കുന്നതല്ല. അന്ന് അതങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ലാതെ അത് ആവർത്തിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നതിൽ. ആവർത്തന സാധ്യതയില്ലാത്ത പ്രപഞ്ചമായതുകൊണ്ട് ആവർത്തനമില്ലാത്ത പ്രപഞ്ചത്തിലാണ് നിൽക്കുന്നതെന്ന് മനുഷ്യരിത് ആവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം പറയുന്നതാണ് ഈ കാണുന്ന നക്ഷത്രങ്ങളിലെല്ലാം ഇതുപോലുള്ള സാധ്യതകളുണ്ടാകുമെന്ന്. ഒരു നക്ഷത്രത്തിനെ പോലെ വേറെ നക്ഷത്രമില്ലെന്നറിയേണ്ടതുണ്ട്, ഒരു ഗ്രഹത്തിനെ പോലെ വേറെ ഗ്രഹമില്ലെന്നറിയേണ്ടതുണ്ട്, ഒരു ആറ്റത്തിനെ പോലെ വേറൊരു ആറ്റം ഇല്ലെന്നറിയേണ്ടതുണ്ട്. സമാനതകൾ മനുഷ്യർ കാറ്റഗറൈസ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ഒരു പ്രപഞ്ചമാണ് ഇവിടെ. അനന്ത സാധ്യതകളിൽ അനാവരണം നടക്കുന്ന പ്രപഞ്ചമാണ്. ഇതുകൊണ്ട് മറ്റേതെങ്കിലും ഗ്രഹത്തിൽ ഒരു ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത എന്നെ സംബന്ധിച്ചോളം ഇന്നില്ല. ഇതുപോലൊരു ജീവനെ ഇനിയിപ്പോൾ നമ്മൾ ചൊവ്വായി പോയപ്പോൾ അവിടെ ബാക്ടീരിയ കണ്ടെന്നിരിക്കട്ടെ, അത് ഭൂമിയിൽ ഒറിജിനേറ്റ് ചെയ്തതിൻ്റെ തുടർച്ചയാണോ എന്നുള്ളത്. ഇപ്പോൾ ഭൂമിയിൽ ഒരു ഉൽക്ക വന്ന് ഇടിച്ചാൽ കുറേ സാധനം തെറിച്ച് പോകും. തെറിച്ച് പോകുന്നതിനകത്ത് കയറി മാഴ്സിൽ പോകാൻ പറ്റും. കാരണം മാഴ്സിൽ നിന്ന് ഇടി മേടിച്ചിട്ട് അവിടെ നിന്ന് തെറിച്ച് വന്ന് പാറ ഭൂമി വീണിട്ടുണ്ട്. ചന്ദ്രനിൽ ഇടിച്ചിട്ട് ചന്ദ്രനിൽ നിന്ന് വന്ന് ഭൂമി വീണിട്ടുണ്ട്. ഇവിടുന്ന് തെറിച്ചിട്ട് ചന്ദ്രനിൽ കിടപ്പുണ്ട്. ഇതെല്ലാം കാണുന്നുണ്ട്. ഇതിനകത്തെല്ലാം കയറി പോകാൻ പറ്റും. കാരണം ഏറ്റവും സൂക്ഷ്മമായ ലോകത്ത് ഏറ്റവും ഹോസ്റ്റൈലായ, ജീവൻ അസാധ്യമെന്ന് നമുക്ക് പറയാവുന്ന അന്തരീക്ഷത്തിലാണ് സത്യത്തിൽ ജീവനുണ്ടായത്. അതുകൊണ്ട് നമ്മൾ പണ്ട് കാലത്തൊക്കെ ജീവനെപ്പറ്റി പറയുമ്പോൾ അനുകൂലമായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അല്ല. അനുകൂലം നമ്മൾ മനസ്സിലാക്കി ഒരു അനുകൂലതയും ആവശ്യമില്ല ജീവനുണ്ടാകാൻ. അങ്ങനെ ഇയാൾ പറയുന്നത് കൊണ്ട് അവിടെയൊക്കെ ജീവനുണ്ടാകാം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഭൂമിയിൽ ജീവനുണ്ടായില്ല എന്നുള്ളതിൻ്റെ ഉത്തരത്തിന് വീണ്ടും ഉത്തരം പറയാൻ ബാധ്യത വരും. അതാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ മറ്റ് തരത്തിൽ ജീവൻ ഉണ്ടാകുന്നു എന്നുള്ളതിന് നമുക്ക് ഈ ജീവന് തന്നെ ഒരു പുതിയ തെളിവ് ചന്ദ്രനോ ചൊവ്വയിൽ നിന്നോ കിട്ടിയാലും ഇവിടുത്തെ തുടർച്ചയുടെ ഭാഗത്തല്ലാതെ ഇവിടുന്ന് തെറിച്ച് പോയിട്ടുണ്ടായത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് അയച്ച ഒരു സാറ്റലൈറ്റ് ചന്ദ്രനിലും ഇവിടെയൊക്കെ കിടന്നിട്ട് അവിടെയൊക്കെ ഈ മൈക്രോബ്സ് ഉണ്ടായിപ്പോയതാണെന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ചെറിയ ജീവികൾ, ഇപ്പോൾ ടാർഡിഗ്രേഡ് എന്ന് പറയും, ഏറ്റവും ചെറിയ ജീവികളിലൊന്നാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ വയ്യാത്ത അത്രയും റെസൊല്യൂട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പറ്റുന്ന, കാരണം വർഷങ്ങളല്ല ലക്ഷക്കണക്കിന് വർഷം ചത്തിരിക്കാൻ പറ്റും. ജീവനുണ്ടെന്നുള്ളതിന് തെളിവില്ല. ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് ചെന്നാൽ അപ്പം ജീവൻ വെച്ച് വരുന്ന തരത്തിൽ പലതരത്തിലുള്ള ജീവനെയൊക്കെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭൂമിക്കകത്തേക്ക് നമ്മൾ പോകുമ്പം മർദ്ദം അത്ര ശക്തമായി മാറുകയും അവിടെ തീരെ എനർജി നമുക്ക് മറ്റു തരത്തിലൊന്നും ലഭിക്കാനൊക്കാതിരിക്കുന്ന സ്ഥലത്തൊക്കെ 1000 വർഷം കൊണ്ടൊക്കെയാണ് ഇങ്ങനെ നനങ്ങുന്നത്. അത്രയും അങ്ങനെ അങ്ങ് ജീവിക്കും. അവിടെയൊക്കെയുള്ള ബാക്ടീരിയയുടെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഇത്രയും അടിയിൽ ബാക്ടീരിയ ഇല്ലെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്.
അപ്പോൾ അങ്ങനെയൊന്നുമല്ല. നമ്മൾ വളരെ ഹോസ്റ്റൈൽ എന്ന് പറയുന്നിടത്തൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് ജീവനൊക്കെ. ഈ ഹോസ്റ്റൈലെന്ന് നമ്മൾ കൺസീവ് ചെയ്തിരുന്നത് നമ്മൾ മനുഷ്യൻ്റെ ജീവനെയും ജീവിതത്തിനെയും വെച്ചുകൊണ്ടാണ്, ഈ പ്രപഞ്ചത്തിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ പഴയകാല അഭ്യൂഹങ്ങൾ മുഴുവൻ ഉണ്ടായത്. പക്ഷേ ഇന്ന് നമുക്ക് മൈക്രോബ്സിൻ്റെ ലോകങ്ങളൊക്കെ പഠിക്കുമ്പോൾ എക്സ്ട്രീമോഫൈൽസ് എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റവും എക്സ്ട്രീമായ കണ്ടീഷൻസിൽ ജീവിക്കുന്ന, ദുസാധ്യമെന്ന് നമ്മൾ വിചാരിക്കുന്ന കണ്ടീഷൻസിലൊക്കെ ജീവനുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ജീവൻ വളരെ റെസൊല്യൂട്ട്, ഭയങ്കരമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു സാധനമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഫ്രജൈലായിട്ട് തോന്നുന്നത് കോംപ്ലക്സിറ്റി വർദ്ധിക്കുന്നവർക്ക് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ പല പല സിസ്റ്റങ്ങൾ ചേർന്ന് നിൽക്കുന്ന ജീവന് മാത്രമാണ് ജീവിച്ചിരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. മൈക്രോബ്സിൻ്റെ ലോകത്തെടുത്ത് കഴിയുമ്പോൾ ജീവിച്ചിരിക്കാൻ പലതരത്തിലുള്ള സാധ്യതകൾ, കാരണം അനന്ത സാധ്യതകളുള്ള പ്രപഞ്ചമാണ്. അപ്പോൾ അനന്ത സാധ്യതകളുമായിട്ട് ജീവൻ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ വേറൊരു ഒറിജിൻ നമുക്കിതുവരെ ഒരു തെളിവില്ല. ഒരു തെളിവുമില്ലാത്ത വിശ്വാസികൾക്ക് മാത്രമേ അന്യഗ്രഹ ജീവികളെ പറ്റി ഇന്ന് സങ്കല്പിക്കാനൊക്കത്തുള്ളൂ. ഞാൻ ഇന്നിപ്പോൾ അത് സങ്കല്പിക്കുന്നു. ഞാനിപ്പോൾ ആകാശത്ത് നോക്കിയിരിക്കാറില്ല. ആകാശത്ത് നക്ഷത്രം കാണാനായിട്ട് ടെലസ്കോപ്പിൽ കൂടെ നോക്കുകയല്ലാതെ ആരെങ്കിലും വരും എന്ന് ഞാനിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതിൻ്റെ കാര്യം ഈ പറയുന്ന ഒരു പ്രശ്നമാണ്. അതേ സമയത്ത് മിറ്റിയ കാക്കുമൊക്കെ ഇരുന്നിട്ട് എല്ലായിടത്തും ജീവനുണ്ടാകുമെന്നും അങ്ങനെ നമ്മളുടെ ഈ ഊർജ ഉപഭോഗം വെച്ചിട്ട് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഒന്നാമത്തേതാണോ രണ്ടാമത്തേതാണോ മൂന്നാമത്തേതാണോ എന്നൊക്കെ പറയുന്ന കാറ്റഗറീസൊക്കെ അവർ സാങ്കല്പികമായി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഊർജ ഉപഭോഗം എങ്ങനെയാണെന്നനുസരിച്ചിട്ടാണ് നമ്മുടെ സിവിലൈസേഷൻ. ഇപ്പോൾ ഒന്നാം സിവിലൈസേഷൻ, രണ്ടാം സിവിലൈസേഷൻ, മൂന്നാം, ഇങ്ങനെ മറ്റ് ഗ്രഹങ്ങളിലൊക്കെ മൂന്നാം അതൊക്കെയാണ് ഈ ISROക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സാധനങ്ങളെല്ലാം പറയുന്നത് ബയോളജി അറിഞ്ഞുകൂടാത്തവർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ബയോളജി അറിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം വരും. 2 തവണ എന്തുകൊണ്ട് ജീവൻ ഉണ്ടായില്ല എന്നുള്ളതിന് ഉത്തരം പറയാൻ നമുക്ക് ബാധ്യത വരും. എന്തുകൊണ്ട് ജീവൻ ആവർത്തിക്കുന്നില്ലാത്ത നിലവാരത്തിൽ അനന്തമായ മാറ്റങ്ങളോടെ തുടരുകയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് നമ്മളത് കാണുന്നത്. ഇതാണ് നമുക്ക് ശാസ്ത്രീയമായ തെളിവ്. അനന്തമായ വ്യത്യാസങ്ങളോടെ തുടരുന്ന ജീവൻ നിലനിൽക്കുന്നുണ്ട്, അനന്ത സാധ്യതകളുമായി തുടരുന്നുണ്ട്. ആ സാധ്യതകൾ കൊണ്ട് ആവർത്തിക്കുന്നേ ഇല്ലാത്തൊരു പ്രപഞ്ചമാണിത്. ഒരു തരത്തിലും ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള ഒരു ജീവൻ നക്ഷത്രങ്ങൾ പോലെ ഉണ്ടാകുന്നതാണ് ജീവനെങ്കിൽ അത് ഒരിക്കലും ആവർത്തിക്കത്തില്ലാത്തത് കൊണ്ട്, നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ജീവനും ഉണ്ടെങ്കിൽ അത് അനന്തമായ സാധ്യതകളുള്ള പ്രപഞ്ചമായത് കാരണം കൊണ്ട് നമ്മളെപ്പോലുള്ള ഷേപ്പോ ഇൻ്റലിജൻസോ ഒന്നും ആയിരിക്കത്തില്ല ഇയാൾ പറഞ്ഞ ജീവൻ. വേറെ ജീവനുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ അതാണ് ഞാനീ പറയുന്നത്. അതുണ്ടെന്നുള്ളതിന് നമുക്ക് തെളിവില്ല. അശാസ്ത്രീയം എന്നുള്ള വാക്കേ ഉപയോഗിക്കാനൊക്കത്തുള്ളൂ, അഭ്യൂഹം വെച്ചേ പറയാൻ പറ്റുള്ളൂ. ഇനി അത് ഉണ്ടായാൽ പോലും ഒരിക്കലും ആവർത്തനമില്ലാത്ത പ്രപഞ്ചമായതുകൊണ്ട് നമ്മൾ ഈ ഏലിയൻസിനെ വരച്ച് വയ്ക്കുന്നതോ വടം വരച്ച് വെച്ചിരിക്കുന്നതോ കാണുന്നതോ ആയ നമ്മുടെ ഈ ബോഡി പ്ലാൻ, ഈ 2 കാലും 2 കൈയും എന്ന് പറയുന്ന ഈ തരത്തിലെ ഇപ്പം ഓന്നിൻ്റെ ലെവലിലെടുത്താലും നമുക്ക് ആദ്യത്തെ ഈ ബോഡി പ്ലാൻ എന്ന് പറയുന്നത് ക്രിറ്റേഷ്യൻസ് നമ്മൾ വിളിക്കുന്ന, ഇപ്പോൾ ഞണ്ടോ കൊഞ്ചോ ഈ വർഗത്തിലല്ലാതെ ഒരു ആനിമൽ നേച്ചറിലുള്ള ഈ ബോഡി പ്ലാൻ എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഇതിന് മുമ്പ് ഉണ്ടാകാനൊക്കത്തില്ല. ഭൂമിയിൽ തന്നെ ഉണ്ടാകാൻ സാധ്യമല്ല. കാരണം എവല്യൂഷൻ്റെ പ്രധാന സ്ഥലം എന്ന് പറയുന്നത് ഉണ്ടായതിൻ്റെ തുടർച്ചയേ ഉള്ളൂ. പുതിയതുണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു തുടർച്ചയുണ്ട്, അതിനൊരു സിമിലർ പ്ലാൻ കാണും. പക്ഷെ ആവർത്തനം അപ്പോഴും ഇല്ല. അതാണ് ആവർത്തിക്കാത്ത പ്രപഞ്ചമാണിതെന്നും ചാക്രികമായി ഉണ്ടാകുന്നില്ല എന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് മാത്രമേ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വയ്ക്കാൻ പറ്റൂ. അതുകൊണ്ട് വെറുതെ ആകാശത്ത് സേത്തി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അമേരിക്കയിൽ. ഇങ്ങനെ ഇതിനെ നോക്കാനായി കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് അവർ ആകാശത്ത് നോക്കിയിരിക്കുന്നുണ്ട്. അത് ആകാശത്ത് നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്സ് ഒരുപോലത്തെ വരുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഈ സൗണ്ടിൻ്റെ മാത്രമല്ല ലൈറ്റിനകത്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഇതൊക്കെ വെച്ചിട്ടാണ് ശരിക്കും റേഡിയോ വേവ്സാണ് അവർ നോക്കുന്നത്. ഒന്ന് നമ്മുടെ ടെലിവിഷൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ റേഡിയോ സ്റ്റേഷൻ്റെയോ പോലുള്ള പാറ്റേൺ, ഒരു സിമിലർ പാറ്റേൺ അനുസരിച്ചിട്ട് വരുന്ന തരത്തിൽ കാണുകയാണെങ്കിൽ, റാൻഡം അല്ലാത്ത പാറ്റേൺസ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ജീവൻ്റെ ലക്ഷണമായിട്ടൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഈ നോക്കുന്നതൊക്കെ. നോക്കി കണ്ണുകഴിഞ്ഞ് മരിച്ചുപോയവരാണ് കൂടുതൽ. ഇതുവരെ നമുക്ക് യാതൊരു തെളിവും ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ തന്നെ ഈ റേഡിയോ സ്റ്റേഷൻ കണ്ടുപിടിച്ച മക്രോണി ഇത് കണ്ടുപിടിച്ച അന്ന് തൊട്ട് ഈ പ്രപഞ്ചം നിറച്ച് ഈ റേഡിയോ വേവ്സ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അതേപോലെ തന്നെ ടെലിവിഷൻ്റെ ഇത് നമ്മൾ പ്രസരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഭൂമിയിൽ നിന്ന് ആ ആദ്യത്തെ ടെലിവിഷൻ സ്റ്റേഷനകത്തുനിന്ന് പോയ സാധനം തൊട്ട് അതിങ്ങനെ പ്രപഞ്ചത്തിൽ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഭൂമി ഇവിടെ ഉണ്ടെന്ന് ഏതാണ്ട് ഈ നിലവാരത്തിലുള്ള സ്ഥലത്തൊക്കെ ഇപ്പം ഒരു 60-70 വർഷം, റേഡിയോസിനാണെങ്കിൽ ഒരു 100 വർഷമായിട്ട് ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. പേടകമൊക്കെ അയച്ച് അതിനകത്ത് മനുഷ്യൻ്റെ ചരിത്രവും മനുഷ്യൻ്റെ കണ്ടെത്തലുകളും സകല സാധനവും കയറ്റി അയക്കുന്ന സമയത്തൊക്കെ ഞാനുമൊക്കെ ഇത് ഇങ്ങനെ എന്തോ ഒരു ആരെങ്കിലും അന്യഗ്രഹ ജീവികൾ ഇതെടുത്ത് അവരിത് മുഴുവൻ, ഞാൻ പറയുന്നത് ശരിക്കും കാൽപ്പനികമായ ബയോളജി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്, അല്ലാതെ കഴിയില്ലത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ഈ പ്രപഞ്ചം ആവർത്തിക്കുന്നതാണെന്ന് വിചാരിക്കുമ്പം മാത്രമേ ഉള്ളൂ. ഐസോ ചെയർമാന്റെ ആർഗ്യുമെന്റിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം അദ്ദേഹത്തിന് ലീനിയർ ആയിട്ട് മാത്രം കാണുന്നതാണ്. ഇപ്പോൾ ഭൂമിയിൽ തന്നെ പല ജീവജാലങ്ങളും ഉണ്ടായപ്പോൾ അതിന്റെ ഇന്റലക്ച്വൽ ഗ്രോത്ത് വ്യത്യസ്തമാണ്, വ്യത്യസ്ത രീതിയിലാണ് അത് വളർന്നു പോകുന്നത്. അപ്പം 1000 വർഷം നമ്മളെക്കാൾ മുമ്പിൽ നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ 1000 വർഷങ്ങൾ നമ്മളെക്കാൾ മുമ്പിൽ നിൽക്കുന്നത് എന്താ അർത്ഥം? ഉദാഹരണത്തിന് ഒരു മണ്ണിര 1000 വർഷം കഴിഞ്ഞാൽ മനുഷ്യനേക്കാൾ ബ്രില്യൻ്റ് ആവുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എവല്യൂഷൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ജീവനെ പറ്റി ചിന്തിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് അവർ. ഫിസിക്സ് ആണ് അറിയാം, അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സ് അറിയാം, മറ്റേത് അറിഞ്ഞുകൂടാ. ബയോളജി വായിച്ച ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലേ, നമ്മൾക്ക് അസ്ട്രോണമിയും സാധനങ്ങളൊക്കെ വായിക്കുമ്പോഴായിരുന്നു നമ്മളും എല്ലാം ഇതുപോലെ കണ്ടിരുന്നത്. ISRO ചെയർമാനെ എനിക്ക് തോന്നുന്നത് 1960കളിലാണ് കഴിയുന്നതെന്ന് വിചാരിക്കേണ്ടി വരും. ഞാനൊക്കെ കഴിഞ്ഞിരുന്ന ആ കാലമില്ലേ, ഫ്ലാഷ് ഗോർഡനും സൂപ്പർമാനും ഒക്കെ വരുമെന്നൊക്കെ വിചാരിച്ചിരുന്ന ആ മനുഷ്യന്മാരുടെ എന്ന് പറഞ്ഞാൽ ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തിയേറ്റർ കൈൻഡ് സ്പീൽബർഗ് ആദ്യമായിട്ട് സിനിമ ഉണ്ടാക്കുമ്പോഴുള്ള കാലത്ത് അയാൾ ജീവിക്കുന്നത്. അതിനുശേഷം ബയോളജി ഒന്നും അയാൾ വായിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിന് എനിക്ക് യാതൊരു സംശയമില്ല. അത്രയും ഇതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്, ഗുരുവായൂർ പോയി തൊഴുന്ന ഒരുത്തനാണ്. അയാളിൽ നിന്ന് ശാസ്ത്രജ്ഞാനം നമ്മൾ പഠിച്ചുകൂടാ. ശാസ്ത്രീയമായ നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ആവർത്തിച്ചിട്ട് ജീവൻ ഒരു തവണ മാത്രമേ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് അറിയേണ്ടതുണ്ട്, അത് ആവർത്തിച്ചില്ലെന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ പ്രശ്നം ഇതിന് വേറൊരു തരത്തിൽ നമുക്കുണ്ട്. ഈ പ്ലേറ്റ് ടെക്ടോണിക്കും ഒക്കെ വരികയും ഒക്കെ ചെയ്യുകയും ഐസേജിനെ പറ്റിയൊക്കെയുള്ള അറിവുകളൊക്കെ നമുക്ക് വന്ന് ജിയോളജി അറിയുന്ന സമയത്താണ്. അപ്പോൾ ജിയോളജി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള പ്രശ്നം വന്ന് ഐസേജുകളുണ്ടെന്നൊക്കെ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ആ ഐസേജുകളൊക്കെ ഉണ്ടാകുന്നത് വരികയും മാത്രമല്ല ഭൂമി ഐസ് ബാൾ എർത്തായിട്ട് 2 തവണ മാറിയതായിട്ട് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. 2 തവണ ഭൂമി മുഴുവനും ഐസായിപ്പോയി. അല്ലാതെ ഐസേജ് എന്ന് പറയുന്ന സമയത്ത് 2 ധ്രുവത്തിൽ നിന്ന് ഈ ഐസ് ഗ്രോ ചെയ്ത് ഭൂമിത്തിരേഖ വരെ വരുത്തില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. അത് 1,20,000 വർഷത്തിൻ്റെ സൈക്കിളിനാണ് വരുന്നത്. അതിപ്പം മെലങ്കോവിച്ച് സൈക്കിൾ എന്ന് പറയും. ഭൂമി കൃത്യമായ ഭൂമിക്ക് സൂര്യന് ചുറ്റിനും തിരിയല്ലെന്നും അത് ഇനിയും ഈ ഒരു ഭൂമിയും മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം എല്ലിപ്റ്റിക്കൽ എന്ന് നമ്മൾ പറയുന്ന ഒരു പക്ഷെ വൃത്താകൃതിയല്ല, ചെറിയ വ്യത്യാസമുണ്ട്, വേരിയേഷനുണ്ട് എന്നുള്ള നിലവാരത്തിലുള്ള എലിപ്റ്റിക്സ്, പക്ഷേ കൃത്യം വൃത്തുമല്ല. ഇത് കാരണം കൊണ്ട് ഭൂമി സൂര്യനിൽ നിന്ന് അകന്നിരിക്കുന്ന സമയം കൂടുതൽ അകന്നിരിക്കുക എന്ന് പറയുന്നത് അതേ സമയത്ത് തന്നെ മറ്റേ എന്താണ് വ്യാഴവും വെള്ളിയും ഒക്കെ വ്യാഴവും വെള്ളിയല്ലല്ലേ വ്യാഴവും ശനിയും വലിയ ഗ്രഹങ്ങളാണ്. അത് ഒരേ സമയത്ത് വന്ന് ഭൂമിയെ ആകർഷിക്കുന്ന ഏറ്റവും ശക്തമായി ആകർഷിക്കുന്ന സമയവും. അപ്പോൾ സൂര്യനിൽ നിന്ന് പരമാവധി ഭൂമി അകന്ന് നിൽക്കുകയും ഏറ്റവും അടുത്ത് വരികയും ചെയ്യുമ്പോൾ ഇവരുടെ ആകർഷണ ശക്തി കൊണ്ട് ഭൂമി വീണ്ടും അകലുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു ഐസ് അന്നത്തെ വിൻ്റർ അത് നീണ്ടുപോവുകയും അത് അലിഞ്ഞു തീരാതെ അടുത്ത സമ്മർ കഴിഞ്ഞ് വീണ്ടും വിൻ്റർ വരുമ്പോഴത്തേന് പഴയ ഐസ് കൂടി നിന്നിട്ട് അതിങ്ങനെ സർക്കിളായി പോയിട്ട് അവസാനം ഐസ് ബോൾ എർത്ത് ഉണ്ടാകും എന്നുള്ളത് കാണുന്നുണ്ട്. അത് ഈ മെലങ്കോവിച്ച് ഇത് കണ്ടെത്തുന്നത് അമേരിക്കൻ റഷ്യയും തമ്മിൽ ന്യൂക്ലിയർ യുദ്ധം ഉണ്ടാകാൻ പോകുമെന്ന്, അപ്പോൾ അങ്ങനെയാണ് ഈ ന്യൂക്ലിയർ വിൻ്റർ ഉണ്ടാകും എന്ന് അയാൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കണക്ക് പഠിക്കാനൊക്കെ പോയ സമയത്താണ് ഈ വേരിയേഷൻസ് മുഴുവൻ കണ്ടെത്തുന്നത്. അപ്പം ആ മെലങ്കോവിച്ച് സൈക്കിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ജിയോളജിയുടെ ലോകം, ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഋതുക്കളല്ല, ഈ തരത്തിലുള്ള ലോങ് ടൈമായ ഭൂമിയിലുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ സൺസ്പോട്ട് ഉണ്ടാകുന്നത് വഴി ഉണ്ടാകുന്ന
ചേഞ്ചസ് ഉണ്ടാകുന്നത് പോലുള്ള. ഇപ്പോൾ സൺസ്പോട്ടിനെ പറ്റിയൊക്കെ ഇതുപോലെ 11 വർഷത്തെ സൈക്കിളിനെ പറ്റി പറയുന്നുണ്ട്, 14 വർഷത്തെ സൈക്കിളിനെ, പിന്നെ അങ്ങോട്ട് ഇങ്ങനെ പലതരത്തിലുള്ള സൈക്കിൾസിനെ പറ്റി. അപ്പോൾ ആ സൈക്കിൾ എന്ന് പറയുന്നത് വേരിയൻ്റ് ആണ് സൈക്കിൾ. പക്ഷെ ആവർത്തിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന അർത്ഥത്തിലും മനസ്സിലാണ്. ഭൂമി തിരിയുന്നത് പോലെ, ഭൂമി സൂര്യന് വലം വയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെ വേരിയേഷനോടുള്ള ആവർത്തനങ്ങളാണുള്ളത്. അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടു പോയിരിക്കുന്ന ഐസേജുകളെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ ഐസ് ബാൾ എർത്ത് ഉണ്ടായതായിട്ട്, അതിന് 2 തവണ ഉണ്ടായതായിട്ടുള്ള അനുഭവമുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവ് വന്നത് ആദ്യം ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിനകത്ത് അവിടുത്തെ ഏറ്റവും ഡെസർട്ട് പോലൊരു സ്ഥലത്ത് ഉരുണ്ട കല്ലുകൾ ഇഷ്ടം പോലെ കിടക്കുന്നു. അപ്പോൾ അതെത്ര അവർക്ക് ആലോചിച്ചിട്ട് അവിടെ ഐസിൻ്റെ നദിയാണ് ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒഴുകുന്നുണ്ട്. പക്ഷെ ഒഴുകുന്നു എന്ന് പറയുമ്പം നമുക്ക് നോക്കിയിരുന്ന കാണത്തില്ല. പക്ഷെ അവിടെ ഇരിക്കാമെങ്കിൽ ഇങ്ങനെ പൊട്ടുന്ന കരയും ശബ്ദം ഉണ്ടാക്കുന്ന കാണാൻ പറ്റും. കാരണം ഇത് പതുക്കെ സ്ലോലി മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിലുള്ള പാറകൾ മുഴുവൻ ഉരുണ്ടു പോകും. അപ്പോൾ ഉരുണ്ട പാറകൾ വെള്ളത്തിലെ കടലിൽ ഇത് എത്തിയാൽ ആ പ്രദേശം മുഴുവൻ ഉരുണ്ട പാറ കിടക്കും. ഇതേപോലെ തന്നെ ഈ ഭൂമധ്യരേഖയുടെ അപ്പുറത്ത് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഒത്തിരി കല്ല് കിടക്കുന്നത്. ഇവിടെ എങ്ങനെ ഗ്ലേഷ്യർ വരും എന്ന് ആലോചിച്ച സമയത്ത് ആണ് ഇവരിതിങ്ങനെ കണക്ക് കൂട്ടി ഇങ്ങനെ പറയുന്നത്, അയ്യോ ഇങ്ങനെ ഐസ് ബാൾ എർത്തുണ്ടായ സമയത്തുണ്ടായതാണിതെന്ന് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര കണ്ടെത്തലാണ്. ആ കണ്ടെത്തൽ ഉണ്ടായപ്പോൾ അവർ പറഞ്ഞ് ഭൂമി മുഴുവനും ഇങ്ങനെ, അപ്പം അതിൻ്റെ മാത്തമാറ്റിക്സൊക്കെ കണക്ക് കൂട്ടിയൊക്കെ വരുമ്പോഴാണ് 15 അടി ഖനം ഐസ് ഈ മണ്ണിൻ്റെ മേളിലല്ല കടലിലുണ്ടാകും എന്ന് അവർ പറഞ്ഞു. ഐസ് ബാൾ എർത്തുണ്ടാകുമ്പോൾ അത്രയും ഖനത്തിൽ ഐസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവൻ ഉണ്ടാകാൻ സാധ്യതയില്ല. ജീവൻ അങ്ങനെ പലതവണ ഇല്ലാതായിപ്പോയി, ആദ്യം ഉണ്ടായിട്ട് ഇല്ലാതായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇവർ കണക്ക് കൂട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് ജിയോളജിസ്റ്റുകളാണ് പറയുന്നത്. അവർക്ക് ഒരു സംശയമില്ലാതെ അവർ പറയാൻ തുടങ്ങി. അപ്പോൾ അതിങ്ങനെ കോൺഫറൻസുകൾ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ബയോളജിസ്റ്റുകളായിരുന്നവർ കേട്ടിട്ട് പറഞ്ഞ്, നിങ്ങൾ പറയുന്നത് ഐസ് ബോൾ എർത്തൊക്കെ ആയിട്ടുണ്ടാവും, പക്ഷെ ജീവൻ ഇല്ലാതായിട്ടില്ല. അത് വലിയ പ്രശ്നമായി. അവർ പറഞ്ഞ് ജീവൻ ഭൂമിയിൽ ഒരു തവണ ഉണ്ടായിട്ടുള്ളൂ, അത് ഞങ്ങൾക്കറിയാം. എല്ലാ ജീവനും ഒരു ജീവൻ വേറെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇതിന് ജീവൻ ഇല്ലാതായിട്ടില്ല. എക്സ്റ്റിങ്ഷൻ നടന്നിട്ടുണ്ടാകാം, അറിയുന്ന ഇതെല്ലാം നശിച്ചിട്ടുണ്ടാകും, പക്ഷെ മൈക്രോബിയൽ ലെവലെങ്കിലും ജീവൻ നിന്നേ പറ്റൂ. അപ്പോൾ അന്നൊക്കെ നമ്മൾ ആദ്യം ഇത് പഠിക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. എങ്ങനെയാണ് ഇത്രയും വലിയ ഖനത്തിൽ ഐസ് ഉണ്ടായാൽ അതിൻ്റെ അപ്പോൾ സൺലൈറ്റ് വേണം, നമുക്ക് സൺലൈറ്റ് വേണമായിരുന്നു അന്ന്. ഞാനൊക്കെ അത് വായിക്കുമ്പോൾ സൺലൈറ്റ് ഉള്ളിടത്തേ ജീവൻ നിൽക്കത്തുള്ളൂ എന്നുള്ളത് സംശയരഹിതമായ അറിവായിരുന്നു. അന്ന് ഈ കടലിനടിയിൽ അഗ്നിപർവ്വതം ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൂടാത്ത കാലമാണ്. അപ്പോൾ ഈ സൺലൈറ്റ് ഇല്ലാതെ എങ്ങനെ താഴെ വെള്ളം, അതിനടിയിലുള്ള വെള്ളത്തിൽ എങ്ങനെ വരും എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകൾ ഭയങ്കരമായിരുന്നു. അപ്പോൾ ജീവൻ മാറിയിട്ടില്ലെങ്കിൽ ജീവിക്കുമോ, ഈ ഇങ്ങനെ മൈക്രോബ്സ് ഇത്രയും വലിയ ഖനത്തിൽ ലൈറ്റ് എങ്ങനെ പെനിട്രേറ്റ് ചെയ്യും? പിന്നെയാണ് ഒരു സയൻസ് പഠിച്ചത്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അത് ഈ ഐസ് ഫ്രീസ് ചെയ്യുമ്പോൾ കടലിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരിക്കൽ പോലും ഒരല്പം പോലും ഈ ഉപ്പ് ഒന്നും കടക്കത്തില്ല. അത് കംപ്ലീറ്റ് എക്സ്പെൽ ചെയ്യും. അപ്പോൾ എല്ലാ വർഷവും ഇതുണ്ടാകും. ഇപ്പോൾ ആർട്ടിക്കിൻ്റെ 2 സൈഡിലുള്ള ഐസ് ഫോം ചെയ്യുമ്പോൾ ഉരുകി സമ്മറിൽ ഉരുകി വിൻ്ററിൽ ഫോം ചെയ്യുകയും ചെയ്യും. ആ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഉരുകാതിരിക്കുന്നതല്ല, ഉരുകി ഫോം നടക്കുന്ന സമയത്ത് ഈ കടൽ വെള്ളം തന്നെയാണ് ഫ്രീസ് ചെയ്യുന്നത്. ഫ്രീസ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് അതിനകത്തുനിന്ന് എക്സ്പെൽ ചെയ്യപ്പെട്ടിട്ട് ഉപ്പ് നദി ഭൂമിക്കടിയിലേക്ക്, ഭൂമിയുടെ 2 അന്റാർട്ടിക്കിൻ്റെയും വശത്ത് നിന്ന് താഴെ കടലിന് ആഴത്തിലേക്ക് ഒഴുകും. എന്നിട്ട് അതിങ്ങനെ ബ്രൈൻ റിവർ എന്നാണ് പറയുന്നത്. അതിങ്ങനെ ഒഴുകി 10,000 വർഷമൊക്കെ എടുത്തിട്ടാണ് വേറൊരു സ്ഥലത്തൊക്കെ വന്ന് പൊങ്ങുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഈ ചൂടുവെള്ളം ഒഴുകുന്നത്, തണുത്ത വെള്ളം ഒഴുകുന്ന ഇതൊക്കെ കടലിൽ ഉഷ്ണജലപ്രവാഹമെന്നും ശീതജലപ്രവാഹം എന്ന് പറയുന്ന പോലെ തന്നെ ഉപ്പിൻ്റെ നദിയുണ്ട്, അതിങ്ങനെ പോകുന്നുണ്ട്. അപ്പം ആ പ്രോസസ്സ് പഠിച്ചപ്പോഴാണ് ഈ സ്നോയാണ് നമ്മളെപ്പോഴും മഞ്ഞ് വീഴുമ്പോൾ കാണുന്നത്. പക്ഷെ സ്നോയ്ക്കകത്ത് എയർ ട്രാപ്പ് ചെയ്യും. അപ്പോൾ വായുവും കൂടെ ട്രാപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് വെളുത്ത് ഇങ്ങനെ ഒപ്പേക്കായി പോകുന്നത്, കാണാൻ പറ്റാതായി പോകുന്നത്. അപ്പോൾ
ഐസിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഫ്രീസിങ് ചെയ്യുന്ന സമയത്ത് ഈ ഉപ്പും ഇമ്പ്യൂരിറ്റീസ് മുഴുവൻ പുറത്തു പോകുന്നത് കാരണം കൊണ്ട് ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കടലിനടിയിൽ ഈ പാർട്ടികൾ വെളിച്ചം അതിനകത്തൂടെ കടന്ന് ചെല്ലും. അപ്പോൾ അതൊക്കെ ആ ലെവലിൽ സമാധാനമായി. ഓക്കെ, അങ്ങനെ ഒരു ഉത്തരവുണ്ട്. അതേപോലെ തന്നെയാണ് ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും ഒക്കെ, ആർട്ടിക്കിലല്ല അന്റാർട്ടിക്കിലും ഐസ്ലൻഡിലും ഒക്കെ ഈ 1-2 മൈൽ കനത്തിൽ ഐസ് ഇരിപ്പുണ്ട്. ആ ഇരിക്കുന്നതിനകത്ത് ട്രാപ്ഡ് ആയിട്ടുള്ള നദികൾ മാത്രമല്ല, ഈ ലേക്കുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ജീവനുണ്ടാകാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ഡ്രില്ല് ചെയ്ത് നോക്കി. അപ്പോൾ ഡ്രില്ല് ചെയ്ത് നോക്കിയപ്പോഴാണ് അവിടെ മൈക്രോബ്സ് ഉണ്ട്. ഇത് നമ്മളുമായിട്ട് ഇപ്പോൾ പരിചയമുള്ള ഒന്നുമല്ല. അവർ ജീവൻ്റെ ഏതോ അതിനകത്തായി പോയവരാണ് അവർ. മൈക്രോബ്സൊക്കെ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടെന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തതോടെ ജീവൻ ഇല്ലാതായിട്ട് വീണ്ടും ഉണ്ടായില്ല എന്നും ഉള്ള ജീവൻ തന്നെയാണ് തുടരുന്നത് എന്നുള്ള കാര്യം വീണ്ടും ഉറപ്പിച്ചായിരുന്നു. അതുപോലെ ഉണ്ടായ ഒരു പ്രശ്നം കൊണ്ടുണ്ടായിരുന്നു. ഈ ഐസ് ബാളർത്ത് ഉണ്ടാകുന്ന സമയത്ത് മിൽഗോവിച്ച് ആദ്യം പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്, ഒരിക്കൽ ഐസ് ബോൾ എർത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഭൂമി പഴയ പോലെ ആകത്തില്ല, തിരിച്ചു വരാനൊക്കത്തില്ല. കാരണം സൺലൈറ്റ് മുഴുവൻ ഈ ഇതിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തു പോകും. അപ്പോൾ ഒരിക്കലും ഭൂമിയിൽ ഇത് എന്നും ഉള്ളതാണ്. ഭൂമിയിലേക്ക് സൂര്യപ്രകാശം വരികയും വന്നത് അതുപോലെ തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഭൂമി ചൂടായി പോകും. പക്ഷെ ഇത് ആളുകൾക്ക് അറിഞ്ഞോട്ടെ, വിചാരിക്കുന്നത് ഇവിടെ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. അപ്പം അത് ട്രാപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, കൂടുതൽ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹരിത ഗൃഹം അനുഭവം ഉണ്ടായിപ്പോവും. അപ്പോൾ അതല്ലാതെ അത് കിട്ടുന്നത് പോലെ തന്നെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയും കൂടെ ചെയ്തിട്ടാണ് ഇത് നമ്മൾ ബാലൻസ് ചെയ്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഭൂമി മുഴുവനും ഐസ് ബാൾ എർത്തായി പോയാൽ ഒരിക്കൽ പോലും പിന്നെ ഇത് തിരിച്ചു വരത്തില്ല, ഭൂമി പെർമനൻ്റ് ആയി പോകും എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മളിവിടെ ഇരുന്ന് രണ്ടുപേരുടെ കാര്യം പറയുമല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടെന്നുള്ളതിന് തെളിവുണ്ട്. പക്ഷേ ഇയാളുടെ മാത്തമാറ്റിക്സ് അനുസരിച്ച് അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണെന്ന് കുറേ ആൾക്കാർ ഇരുന്ന് തല പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അവസാനമാണ് മനസ്സിലായത്, ഭൂമിയിൽ ഈ ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന്. ഭൂമിക്ക് അകത്ത് ഉള്ളിൽ ഭയങ്കര ചൂടും അതിൻ്റെ മർദ്ദവും കാര്യങ്ങളും ഒക്കെ നടക്കണം. ഭൂമിയുടെ പുറത്ത് എത്ര ഐസ് ഉണ്ടായാലും ഈ അകത്തെ ചൂടും സാധനവും ഭൂമി ഉണ്ടായപ്പോൾ തൊട്ടുള്ള സാധനമാണ് അതിന്. അപ്പോൾ അവിടുത്തെ മർദ്ദവും സാധനം കൊണ്ട് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടായി പൊട്ടും. അത് പൊട്ടി വീണ്ടും പുകകൾ മേളിലെത്തും. മറ്റേയാണെന്നുണ്ടെങ്കിൽ ഈ ഐസ് ബാളർത്ത് ഉണ്ടായി കഴിഞ്ഞാൽ മഴ ഉണ്ടാകത്തില്ല, പെർമനൻ്റായിട്ട് ക്ലീനായി പോകും, മേഘം ഉണ്ടാകത്തില്ല, ഇതൊന്നുമില്ല. വളരെ ഒരു ഉണ്ട മാത്രമേ ഉള്ളൂ, വെളുത്ത ഉണ്ട മാത്രമായിട്ടിരുന്നതാണ്. പക്ഷേ ഈ അഗ്നിപർവ്വതമാണ് പിന്നെ നമ്മളെ രക്ഷിക്കുന്നത്. അങ്ങനെ അത് ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് പൊട്ടി ഈ പുകയെ ഹരിതഗൃഹ പ്രഭാവം ഉണ്ടാവും. അങ്ങനെ ആ പ്രഭാവം ഉണ്ടായിട്ട് കാർബൺ ഡയോക്സൈഡ് മേളിൽ തങ്ങിയും മെത്തേനും ഒക്കെ തങ്ങി ഈ ചൂട് കൂടിയിട്ട് ഐസ് ഉരുകി വീണ്ടും നമ്മൾ ഈ പറയുന്ന നിലവാരത്തിലുള്ള പ്രോസസ്സുകൾ ആരംഭിച്ചിട്ടാണ് നമ്മളിന്ന് കാണുന്ന ജീവനെപ്പറ്റി, ജീവൻ്റെ തുടർച്ചയൊക്കെ നമ്മൾ ഈ പറയുന്ന സാഹചര്യമുള്ളത്. അതുകൊണ്ട് ഈ പ്രോസസ്സുകളും കൂടെ നമ്മൾ ഇതിനകത്ത് എടുക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള നമുക്ക് അചിന്ത്യമായി മനുഷ്യർക്ക് സാധാരണഗതിയിൽ അനുഭവിക്കാൻ അറിഞ്ഞുകൂടാത്ത നിലവാരത്തിലുള്ള പ്രോസസ്സുകൾ പ്രപഞ്ചത്തിൽ ഭൂമിയിലും നടന്നുകൊണ്ടാണ് ജീവൻ്റെ സ്ഥലങ്ങൾ നിൽക്കുന്നത്. ഇത് നമ്മൾ രണ്ടും ഇതും അറിയണം. അപ്പം അങ്ങനെ ജീവൻ ഒരിക്കലേ ഉണ്ടായിട്ടുള്ളൂ ഭൂമിയിൽ, 2 തവണ ഉണ്ടായതിന് തെളിവില്ല. തെളിവില്ലാതെയാണ് അഭ്യൂഹം മാത്രമാണ് ഈ പറയുന്നത്. ആവർത്തനമില്ലാത്ത ഒരു പ്രപഞ്ചമാണ് അത്. പ്രപഞ്ചത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഭൂമിയുടെ കാര്യം മാത്രമല്ല. ആവർത്തനമില്ലാത്ത പ്രപഞ്ചമാണ്, അനന്തമായ സാധ്യതകളുള്ള പ്രപഞ്ചമാണ്. എല്ലായിടവും ഇൻഫിനിറ്റായ സാധ്യതകളാവുള്ളൂ. ഇതുകൊണ്ടാണ് ആവർത്തനമില്ലാത്ത. അതുകൊണ്ട് ആവർത്തനമില്ലാത്ത പ്രപഞ്ചത്തിനെ പറ്റി ആലോചിക്കാത്തവർക്ക് മാത്രമേ നമ്മളെപ്പോലോ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് പോലും, ഞാൻ പറയുന്ന മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് അല്ല, ഇൻ്റലിജൻസ് തന്നെ പ്രപഞ്ചത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതുകൊണ്ടാണ് വെറുതെ നോക്കി കണ്ണ് കഴിക്കുകയും കഴുത്ത് വേദനിപ്പിക്കാതെയും ഇരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് ആ കാര്യത്തിൽ എനിക്കുള്ളത്. ജീവൻ ഈ ബിഗ് ബാങ് പോലെ മനസ്സിലാക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു നിലപാട് അതിപ്പോൾ ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ, വാശിയൊന്നുമല്ല. ഒരിക്കൽ സംഭവിച്ച ഒരു ഫിനോമിനയായിട്ട് കാണേണ്ടതുണ്ട്. ജീവനെ പറ്റി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് വേറെ തരത്തിൽ മനസ്സിലാക്കാം. ഒന്നായിരുന്ന പ്രപഞ്ചത്തിനകത്ത് ഈ നമ്മുടെ ഈ കെമിസ്ട്രിയിൽ നിന്ന് എന്താണ് ഇയാൾ ജീവനെ പറ്റി പറയുന്നത്,
എന്താണ് ഇയാൾ ജീവനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? പ്രപഞ്ചം ഉണ്ട് എന്നും പ്രപഞ്ചം അല്ല ഞാനെന്നും അനുഭവിക്കുന്ന അനുഭവം ഉണ്ടാകുന്നതിനാണ് ജീവൻ എന്ന് പറയുന്നത്. ആ അനുഭവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതിരില്ലാത്ത പ്രപഞ്ചമായിട്ടാണ് പ്രപഞ്ചം ഉള്ളത്. അതിരില്ലാത്ത പ്രപഞ്ചത്തിനകത്ത് ആദ്യത്തെ അതിരനുഭവത്തിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. അതിരനുഭവം ബലപ്പെടുത്തുന്നതാണ് സെല്ലുകൾ. ജീവാനുഭവം ഇപ്പം ഇയാൾ പറയുന്ന കെമിസ്ട്രി കോമ്പൗണ്ടിനകത്ത് ഉണ്ടായ ഗുണപരതയാണത്. ആ ഗുണപരത എന്ന് പറയുന്നത്, അതിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഇത് അത് എന്ന് പറയുന്നത് അതിരുള്ള ഒരതിരനുഭവമാണ്. ഈ അതിരിലാണ് നമ്മൾ വേലി കെട്ടുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു കോർട്ട് ഉണ്ടാക്കണമെന്ന് ആലോചിച്ചാൽ പരന്നു കിടക്കുന്ന ഭൂമിയിൽ എവിടെങ്കിലും നമ്മൾ ആരംഭിക്കുകയാണ്. അതിരുണ്ടാക്കിയാണ് ആ കളം ഉണ്ടാക്കുന്നത്. അതിരനുഭവം, അതിരില്ലാത്ത പ്രപഞ്ചത്തിൽ അതിരനുഭവത്തിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. ആ അതിരനുഭവത്തിനെ വീണ്ടും വീണ്ടും തുടരുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ഞാൻ ഈ പറയുന്ന അവർ എവല്യൂഷണറി ആയിട്ട് പറയുന്ന സാധനം. ഈ അതിരനുഭവം ബലപ്പെടുത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഗുണപരമായ അനുഭവം എന്ന് പറഞ്ഞാൽ കെമിക്കലായിട്ടുള്ള കോമ്പൗണ്ടിനകത്തുനിന്ന് എമർജ് ചെയ്യുന്ന അനുഭവമാണ് അതിരനുഭവം. ആ അതിരനുഭവം വീണ്ടും വീണ്ടും ബലപ്പെടുത്തുന്നതുകൊണ്ടാണ് ഈ അതിരാണ് ബലപ്പെടുത്തുന്നത്. അനുഭവവും ബലപ്പെടുത്തലും ഒന്നൊന്നിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡിങ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. ആദ്യമേത് എന്നുള്ള ചോദ്യം എപ്പോഴും മനുഷ്യരുടേതാണ്. അത് ഞാൻ മറ്റേ പുസ്തകത്തിനകത്ത് തന്നെ പറയുന്നത്. തുടക്കങ്ങൾ മനുഷ്യരുടേതാണ്. നിരന്തരം മാറുന്ന പ്രപഞ്ചമാണ്. നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനകത്ത് ഒരതിരനുഭവമുണ്ടായി, ഒരതിരുണ്ടായി. ആ അതിരിനെയാണ് നമ്മളെല്ലാവരും നമ്മുടെ അതിരുകളാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കേന്ദ്രം, എല്ലാ പ്രപഞ്ചം എന്ന് പറയുന്നതിനകത്ത് ഏത് ജീവനുണ്ടായാലും അത് കേന്ദ്ര അനുഭവത്തോടെ ഇരിക്കുകയും ചെയ്യും. ഒരു സെല്ലിനൊരു കേന്ദ്ര അനുഭവം ഉണ്ടാവും, അതിന് ഒരു അതിരുണ്ട്. എല്ലായിടവും കേന്ദ്രമായിരിക്കുകയും എല്ലായിടവും അതിരായിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രപഞ്ചാനുഭവമായിട്ട് ജീവൻ നിൽക്കുകയുള്ളൂ. ഇയാളുടെ കേന്ദ്രമായിട്ടേ ഇരിക്കും, ഞാൻ എൻ്റെ കേന്ദ്രമായിട്ടേ ഇരിക്കുകയുള്ളൂ. ഓരോ സെല്ലും അതിൻ്റെ കേന്ദ്രമായി ഇരിക്കുകയുള്ളൂ. അത് സെല്ലും അതിൻ്റെ ചുറ്റുപാടും എന്ന് പറയുന്ന കേന്ദ്രവും ചുറ്റും എന്ന് പറയുന്ന ഒരു അതിരനുഭവത്തിനെയാണ് ജീവൻ. ആ അതിരനുഭവം നഷ്ടപ്പെടാതെ തുടരുന്നതിനെയാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ അനുഭവം പ്രപഞ്ചത്തിൽ 2 തവണ ഉണ്ടായതായിട്ട് നമുക്കിപ്പോൾ തെളിവില്ല. ഇതുകൊണ്ടാണ് ഞാൻ വേറെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിക്കാത്തത്. മറ്റൊന്നുകൂടെ പറയുന്നത്, ഈ അനുഭവം അനന്തമായ സാധ്യതകൾ അനാവരണം ചെയ്യുന്ന പ്രപഞ്ചമായതുകൊണ്ട്, ആവർത്തനമല്ലാത്ത പ്രപഞ്ചമായത് കാരണം കൊണ്ട് ഒരു കാലത്തും നമ്മൾ ആകാശത്തു നിന്ന് ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ച് നോക്കിയിരിക്കണം.